ഓൺ പ്രൊഡക്ഷനിൽ നമ്മുടെ നാട്ടിൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കളക്ഷൻ. ഓണത്തിന് കുട്ടികൾക്ക് ലേറ്റസ്റ്റ് വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും കിട്ടും. സ്വന്തം പ്രൊഡക്ഷൻ ആണ് ഈ യൂണിറ്റിൽ നടക്കുന്നത്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോതമംഗലത്ത് എൻ്റെ ബാക്കിൽ കണ്ടോ വലിയൊരു വീട്. കാണുമ്പോൾ പുറത്തു വരുന്നത് വലിയൊരു വീടായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ ഉള്ളിൽ നടക്കുന്നത് മൊത്തം പ്രൊഡക്ഷനാണ്. അതും കിഡ്സ് വെയറുടെ പ്രൊഡക്ഷനാണ് നടക്കുന്നത്. 6 ഇയേഴ്സ് വരെയൊക്കെയുള്ളത് നല്ല നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ്. നമുക്ക് ഇത് എങ്ങനെ മേടിക്കാം, ഹോൾസെയിലാണോ റീറ്റെയിലാണോ ഒക്കെ അകത്ത് ചെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ കിഡ്സിൻ്റെ മാനുഫാക്ചർ ഫാക്ടറി എന്നും വേണമെങ്കിൽ പറയാം കേട്ടോ. അവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒന്ന് കയറി നോക്കിയാലോ എന്താണ് ഇവിടെ നടക്കുന്നത് വരും. പിന്നെ ഇവിടെ തന്നെ സാമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. ബൂൺ കിഡ്സ് ആണ് കേട്ടോ ഷോപ്പിൻ്റെ പേര് വരുന്നത്. ഈ ഒരു സെക്ഷനിൽ നിറയെ കളക്ഷൻസ് ആണ്. അതും കുട്ടികൾ എന്ന് പറയുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് അറിയണ്ടേ. ഈ ബൂൺ കിഡ്സ്, ഹായ് നമസ്കാരം. ബൂൺ കിഡ്സ് അടിപൊളി പേരാണല്ലോ, സൂപ്പർ. അപ്പോൾ ഈ ഒരു പേരിൽ എന്താണ് ഇവിടെ നടക്കണേ? അതായത് ബൂൺ കിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിനിണങ്ങിയെന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. അപ്പോൾ കുട്ടികളുടെ മനസ്സിനിണങ്ങിയ കുട്ടികളുടെ ഉടുപ്പുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, കുട്ടികൾ എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്ക് രണ്ടാൾക്കുള്ളതുണ്ട്. അതിൽ നമുക്ക് ഫാൻസി ഐറ്റംസ് ഉണ്ട്, ഓണം കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ അത് ഇവിടെ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് അല്ലേ? നമ്മുടെ പ്രൊഡക്ഷനും ഇവിടെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്നത് മുകളിലത്തെ ഫ്ലോറിലാണ്. താഴത്തെ ഫ്ലോറിലാണെങ്കിൽ മൊത്തം നമുക്ക് സാമ്പിൾസ് അവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് എടുത്ത് പോകാം. പിന്നെ ഇവർക്ക് വെയർ ഹൗസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് റീറ്റെയിലാണോ ഹോൾസെയിലാണോ ഇതൊക്കെ നമുക്ക് പറയാം കേട്ടോ. പക്ഷേ ഈ ഒരു സെക്ഷൻ എന്താ നമുക്ക് നോക്കാം. ഈ ഒരു സെക്ഷനിൽ എന്താ വരുന്നത്? ഈ സെക്ഷനിൽ വരുന്നത് കുട്ടികളുടെ ഫാൻസി ഫ്രോക്ക് വരുന്നുണ്ട്, ക്യാഷ്വൽ വെയർ വരുന്നുണ്ട്, അതുകൂടാതെ സ്കേർട്ട് ആൻഡ് ടോപ്പ് വരുന്നുണ്ട്. അങ്ങനെ കുട്ടികളുടെ പെൺകുട്ടികളുടെ ഐറ്റംസ് ആണ് ഈ ഒരു സെക്ഷനിൽ കൂടുതൽ വരുന്നത്. ഇവിടെയും നിറയെ കളക്ഷൻസ് ഇരിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ്. ഇത് നല്ല ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണെന്ന് തോന്നുന്നു. അതെ, ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്. കുട്ടികളുടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ചൈനയിൽ നിന്ന് വരുന്ന ഐറ്റത്തിന്റെ ഒക്കെ ഒരു മോഡലിൽ ഒരു പാറ്റേണിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം ആ ഒരു ഫാൻസി ടൈപ്പ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് കണ്ടാൽ 2 ലെയർ നെറ്റ് ഉണ്ട്, അതിൻ്റെ അടിയിൽ ക്രേപ്പ് ഉണ്ട്, അതിൻ്റെ അടിയിൽ കോട്ടൺ ലൈനിങ് ഉണ്ട്. അതും നല്ല ക്വാളിറ്റി ഉള്ളതായുള്ള കുട്ടികൾക്കാവുമ്പോൾ നല്ല രീതിയിൽ വേണം ചെയ്യാൻ കാര്യങ്ങളൊക്കെ. കാരണം അവരുടെ സ്കിന്നൊക്കെ ഭയങ്കര ഒരു കംഫർട്ട് ഉണ്ടാവണം. ഇനി ഈ വേറെ കുത്തിക്കൊള്ളുന്നു അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാവരുത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്രയും ലെയർ ഇട്ട് ആ ഒരു കംഫർട്ട് ലെവലിൽ സാധനം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കളർ കൂടാണ്ട് ഇവിടെ വേറൊരു സെയിം 2 കളർ 3 ഷെയ്ഡ് ഉണ്ട് അല്ലേ? ഇത് അങ്ങനെ 3-4 ഷെയ്ഡ് ഈ ഒരു സെയിം ഇതിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. പിന്നെയും കുറെ കളക്ഷൻസ് നമുക്ക് കാണിക്കാനുണ്ട്. ഇഷ്ടം പോലെ. എത്ര തരം വെറൈറ്റീസ് ഉണ്ട്? വെറൈറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ഓരോ കാറ്റഗറിയിലും ഒരു 50 വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഫ്രോക്ക് ഐറ്റംസ് തന്നെ ഒരു 50 വെറൈറ്റീസ്, പല മോഡലായിട്ട് ഒരു 50. ഇതൊന്ന് എടുക്കോ? നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ആ ബ്ലാക്ക് എന്ന് പറയുമ്പോ നല്ല, അതെ, അതായത് കുട്ടികൾക്ക് ചിലർ പറയും ബ്ലാക്ക് എന്താ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് കുട്ടികൾക്ക് പറ്റില്ല. പക്ഷെ ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭംഗിയാണ്. കുട്ടികൾക്ക് ഒരു ഭംഗി വേറെ തന്നെ. അവർക്ക് കളർഫുള്ളും ഭംഗിയുണ്ട്. അതേപോലെ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ വലിയവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഭംഗി കൊടുക്കുന്ന ഒരു കളറാണ്. കണ്ടോ, എവിടെയും ബ്ലാക്ക് തന്നെയായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിലും നല്ല നല്ല കളേഴ്സ് വരുന്ന, ഇതൊക്കെ അതിന് കളർ ഷെയ്ഡ് അല്ലേ? അപ്പൊ 4-5 കളേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഇതെന്തായാലും മുകളിൽ വെച്ചോ. ഇതിൽ തന്നെ ഒരു 5 ഷെയ്ഡ് വരുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഷെയ്ഡ്സാണ് വരുന്നത്. പിന്നെയും കുറെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ കണ്ടു. ഇമ്പോർട്ടഡ് ലേസ്, ഇമ്പോർട്ടഡ് ഫാബ്രിക് ഒക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ. എന്തായാലും ഇവിടെ അടിപൊളി ഒരു ഡമ്മിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓണം കളക്ഷൻ ആണോ ഇത് മൊത്തം വരുന്നത്? അതെ, ഇത് ഫുള്ള് ഓണം കളക്ഷൻ ആണ്. ഓണത്തിന് നമ്മളൊരു സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. കാരണം ആൾക്കാർ വരുമ്പോൾ ഇനിയിപ്പോൾ ഓണത്തിന്റെ ബാക്കിയുള്ളവരുടെ മിക്സ് ആവണ്ട, ഓണത്തിന് എടുക്കാൻ പറ്റുന്നവർക്ക് നേരെ കയറി എളുപ്പത്തിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്തിട്ട് പോകാൻ പറ്റും. അടിപൊളി. അതും നല്ല ക്വാളിറ്റി ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യണു. കിഡ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഉള്ളതുണ്ടാവും. രണ്ടാൾക്കുള്ളതുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയോ എന്ത് രസമല്ലോ ഓരോന്നും ഇരിക്കണാണോ. നമുക്ക് ഓരോന്ന് തുടങ്ങിയാലോ എവിടെ നിന്ന് വെച്ചാൽ? ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ റബ്ബർ ബാൻഡിൽ ഇട്ട് വെച്ചിരിക്കുന്ന സംഭവം എന്താ? ഇങ്ങനെ 4 ഇത് ഒരു സെറ്റാണ്. ഒരു സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മന്ത്, 1 ഇയർ, 2 ഇയർ, 3 ഇയർ അങ്ങനെ 4 പീസ് വരുന്ന ഒരു ഫുൾ സെറ്റാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഹോൾസെയിൽ ആണ്. അതെ, ഓക്കെ. അപ്പോൾ ഹോൾസെയിൽ ആണെന്ന് പറഞ്ഞാലും റീറ്റെയിൽകാരാണെങ്കിൽ അവരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു പീസ് ആയിട്ടായാലും കിട്ടും. പക്ഷെ അത് ഇവിടെ നിന്നല്ല. അത് കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ് വഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. www.boonkids.com എന്ന് പറയുന്ന സൈറ്റ് കയറി കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ തന്നെ അതിനകത്ത് നമ്പറുകളുണ്ട്, വാട്സാപ്പ് നമ്പർ ഉണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും
നമ്മുടെ മോഡൽസ് കാര്യങ്ങൾ അവർ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ റീറ്റെയിൽ ആയിട്ട് സിംഗിൾ പീസ് അതിൽ കിട്ടുന്ന സെയിം റേറ്റ് കാര്യങ്ങളൊക്കെ ആവില്ല ഇവിടെ. ഓഫ്കോഴ്സ് ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ ഹോൾസെയിൽ അഫോർഡബിൾ റേഞ്ചിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. റീറ്റെയിൽ ഹോൾസെയിൽ തമ്മിൽ റേറ്റ് വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ക്വാളിറ്റി സെയിം ആയിരിക്കും. അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കട്ടെ എപ്പോഴും. അപ്പോൾ ഇപ്പോൾ കാണുന്നതാവില്ല, ചിലപ്പോൾ പിന്നീട് കാണാം. പിന്നെ സീസൺ സമയത്തൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഓരോരോ കളക്ഷൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ സീസൺ കളക്ഷൻസാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ കളക്ഷൻസ് മാറും. പിന്നെ ഇതൊക്കെ ഫീൽ ചെയ്യുമ്പോഴേ നല്ല ടൈപ്പ് ഇത് ഈ മെറ്റീരിയൽ നമ്മൾ ചെയ്യിപ്പിച്ചെടുത്തിരിക്കുന്ന മെറ്റീരിയലാണ്, നല്ല കോട്ടന്റെ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു എന്താ പറയുക കഴിഞ്ഞ ഒരു ഒക്ടോബർ അല്ലെങ്കിൽ ഒരു നവംബർ ഡിസംബർ നമ്മൾ ഓർഡർ കൊടുത്ത് ജനുവരിയിൽ നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങിയ സാധനങ്ങളാണ് ഈ സീസണിന് വേണ്ടിയിട്ട്. അപ്പൊ ഇനി അടുത്ത സീസൺ വരുമ്പോഴേക്കും ഇപ്പോഴേ തുടങ്ങണല്ലേ, ഓണം കഴിഞ്ഞ അടുത്ത സീസണിലേക്ക് കയറി നമ്മൾ ഓർഡർ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മൾ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും, പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് 4 പീസിന്റെ ഒരു സെറ്റാണ്. ഇത് 4 പീസിന്റെ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ നമുക്ക് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ ടിഷ്യൂ, പിന്നെ ഈ എംബ്രോയിഡറി ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യിപ്പിച്ചതാ? അതെ, നമ്മൾ തന്നെ ചെയ്യിപ്പിച്ചത്. അപ്പൊ ടിഷ്യൂ കളറിനോട് മാച്ച് ചെയ്യുന്ന ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നത്തെ മെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഈ ഒരു ബൂൺ കിഡ്സ് എന്നുള്ള ഒരു ടാഗ് ഇവരുടെ ഓൺ ബ്രാൻഡും കൂടിയാണ്. അപ്പോൾ ഇതിന്റെ കളർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇതാ ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇത് 5 ഷെയ്ഡ് ഉണ്ട് അല്ലേ, അടിപൊളി. അതും നല്ല ഒരു മുകളിലും ഉണ്ടല്ലോ, 5, 6, 7, 8 ഷെയ്ഡ് ഇത് ഒരു സെയിം ഇതിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ നമുക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാം. ഇത് നോക്കുകയാണെങ്കിൽ ഇതൊരു ഡിഫറെൻറ്റ് മോഡലിൽ വരുന്നത് അല്ലേ. ഇതും ഫ്രണ്ടിലും അതേപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലും ഇതിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഫ്രില്ലിൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് അങ്ങനെ ഹാംഫുൾ ആവുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൽ ബാക്കിലാണ് ഇതിൻ്റെ ബട്ടൻ്റെ ഡീറ്റെയിലിങ്. ഇതൊക്കെ നല്ല പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു സോഫ്റ്റ്നെസ്, കുട്ടികളൊക്കെ ഇടുമ്പോൾ എന്തൊരു ഫീലിംഗ് ആയിരിക്കില്ല. ഇതിൻ്റെ കളർ ഓപ്ഷൻസ് പറയുമ്പോൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചു. ഇത് 2 എണ്ണം, പിന്നെ ഇത് കൂടാണ്ട് ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാ ഇത് ഫുൾ അതിൻ്റെ കളർ ഓപ്ഷൻസാണ് വരുന്നത് കേട്ടോ. ഇത്രയും കളർ ചേഞ്ചസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ആ ഡമ്മിയിൽ ഇട്ടിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഇതും സെയിം. അപ്പോൾ 6 മന്ത് to 3 year ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. 1 to 5 year ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് സെറ്റ് ആയിട്ടാണ് വരുന്നത് അല്ലേ? ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇതിനകത്ത് 5 പീസ് വരുന്നുണ്ട്. ഓക്കെ, 5 പീസ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് സൈസ് എത്ര? 5 ഇയറിൻ്റെ. അപ്പോൾ 1, 2, 3 year, 4 year, 5 year അങ്ങനെ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഫുൾ സെറ്റാണ് എടുക്കേണ്ടത്. നമുക്ക് അങ്ങനെയാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി റേറ്റിൻ്റെ കാര്യം, റേറ്റ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് മാർജിൻ ഇട്ടിട്ട് സെയിൽ ചെയ്യണം. അപ്പോൾ റീറ്റെയിൽക്കാർക്ക് അതൊരു പ്രശ്നമാകും. എന്നാൽ നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ട് മേടിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഫുൾ റേറ്റ് ഒക്കെ അതിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതാ ഇതിൻ്റെ കളേഴ്സാണ് ഇരിക്കുന്നത്. മൊത്തം നല്ല നല്ല ഷെയ്ഡുകളാണ്, ഒക്കെ നല്ല കേരള നമ്മുടെ തുണിയിൽ വെച്ചിട്ടുള്ളതാണ്. ടിഷ്യൂ, കോട്ടൺ, അതും ആ ഒരു കളർ തീമൊക്കെ അതിൽ വെച്ചിട്ടുള്ളതാണ്. ഇത് നോക്കുമ്പോൾ കുറച്ച് കളർഫുൾ ആണല്ലോ. അത് ടിഷ്യൂ പ്രിന്റ് ആണ്. ഇത് വന്നിരിക്കുന്നത് യോക്ക് പാർട്ട് വന്നിരിക്കുന്നത് ടിഷ്യൂ പ്രിന്റ് ആണ്. ടിഷ്യൂല് ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ. അതും ഈ 5 പീസിൻ്റെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്ഷൻ അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ ഇതിപ്പോൾ നേരിട്ട് ഇപ്പോൾ ഹോൾസെയിൽ എന്ന് പറഞ്ഞല്ലോ, ഹോൾസെയിൽ ആകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നേരിട്ട് വന്ന് മേടിക്കണോ വീഡിയോ കോൾ വഴിക്കാൻ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാൻ പറ്റും? നേരിട്ട് വന്നാൽ പർച്ചേസ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ വഴി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവർക്ക് വിളിച്ച് ചോദിക്കാം. അപ്പോൾ വീഡിയോ കോൾ വഴിക്കോ അല്ലെങ്കിൽ നേരിട്ട് വന്നാലും ബുദ്ധിമുട്ടൊന്നുമില്ല, അധികം ദൂരമൊന്നുമില്ല. കോതമംഗലം, അതെ. ശരിക്കും ഈ ലൊക്കേഷൻ ഇവിടെ അടുത്തുള്ളത് എന്തെങ്കിലും പറയാനുണ്ടോ, അതൊക്കെ ലാൻഡ്മാർക്ക്? അതായത് ഇത് കോതമംഗലം ടൗണിൽ തന്നെയാണ്. കോതമംഗലം ടൗണിൽ നിന്ന് ജസ്റ്റ് ടൗണിലേക്ക് എത്തണ്ട, ടൗണിൽ എത്തുന്നതിന്റെ 1 കിലോമീറ്റർ മുന്നേ ആയിട്ടാണ്. നമുക്കിപ്പോൾ കൂടുതൽ ആൾക്കാരാണെങ്കിലും വരുന്നത് കോതമംഗലം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക്, പുറമെയുള്ള ആൾക്കാർക്ക് ഇത് എവിടെ സ്ഥലം അറിയില്ല. പെരുമ്പാവൂർ, കോതമംഗലം, ഒന്നെങ്കിൽ അങ്കമാലി. കേരളത്തില് പെരുമ്പാവൂർ, അതും കൂടി എടുത്ത് പറയാം, കാരണം ഞാൻ എല്ലാ സ്റ്റേറ്റിൽ പോണത് കൊണ്ട്. എറണാകുളം ഇത്രയും ഫേമസ് ആയിട്ട് പോലും എറണാകുളം എവിടെയാണ് പോലും ചോദിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ഇത് കേരളത്തിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കുക. കേരളത്തിൽ എറണാകുളം ജില്ലയിൽ കോതമംഗലമാണ് സ്ഥലം. അപ്പോൾ എറണാകുളത്ത് നിന്നും കോതമംഗലം വരണമെങ്കിൽ എറണാകുളം, ആലുവ, പെരുമ്പാവൂർ, കോതമംഗലം, അതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയണം. ഇനിയിപ്പോൾ അതല്ല, നമ്മളിപ്പോൾ കോഴിക്കോട് സൈഡിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നേരെ അങ്കമാലി, പെരുമ്പാവൂർ, കോതമംഗലം. ഈസിയാണ്, അധികം ദൂരം ഈ പറയണ പോലെ തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തും, ഒരു ബുദ്ധിമുട്ടും ഇല്ല. നേരത്തോടെ ഇങ്ങോട്ട് കയറി പോരുകയാണെങ്കിൽ, കാരണം ഇവിടെ 1-2 കളക്ഷൻസ് അല്ല, കുട്ടികൾക്ക് തന്നെ ഇഷ്ടംപോലെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചസ് ഒക്കെ നോക്കണ്ട നമുക്ക്. ഇതിൻ്റെ കളർ ചേഞ്ചസ് പറഞ്ഞാൽ ഡിഫറെൻറ്റ് പ്രിൻറ്റിലായിട്ടായിരിക്കും കിട്ടുക. ഇപ്പോൾ ഇതിൽ പ്രിൻറ്റ് വരുന്നത് ഇതാണ് കേട്ടോ, ഒരു പ്രിൻറ്റ് വരുന്നത്.
അത് ഡിഫറെൻറ്റ് പ്രിൻറ്റിലായിരിക്കും വരിക. കാരണം തുണി ഡിജിറ്റൽ പ്രിൻറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ അടിയിലത്തെ സെയിം ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൽ വരുമ്പോൾ വേറെ വ്യത്യാസമുണ്ട്. ഇതിൽ നമ്മൾ അടിയിൽ ഒരു ബാൻഡ് കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു കസുവിൻ്റെ കൊടുത്തിട്ടുണ്ട് ഈ മോഡലിൽ വരുന്നത്. അത് നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ട് എങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് മേടിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കവർ ചെയ്ത് ഇതിനിടയിൽ ഒരു ആൺകുട്ടിയുടെ ഷർട്ട് പോയല്ലോ. ഈ ഷർട്ടും ഉണ്ട് അല്ലേ? ആൺകുട്ടികളുടെ കുർത്തയാണ്. ആ നമുക്ക് ഓണത്തിന് മുണ്ടിന്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടുള്ള. ഓക്കെ, അപ്പം മുണ്ടുണ്ട് ഇവിടെ. മുണ്ടുണ്ട്. ഓക്കെ, അപ്പം മുണ്ടുണ്ട്, കുർത്തിയുണ്ട്, ഷർട്ട് ഉണ്ട്, അങ്ങനെ വരാം. ഇനി ഇതൊക്കെ മേടിക്കണേ എങ്ങനെയാ? അപ്പോൾ ഇത് 5 പീസ് ഇരിക്കുന്നത്. 1 to 5 ഇയർ ആണ് ഷർട്ട് നമ്മൾ ചെയ്യുന്നത്. ഈ 5 പീസാണ് ഇതിന്റെ ഒരു സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 1 ഇയറിൻ്റെ, പിന്നെ അത് 2 ഇയർ, 3 ഇയേഴ്സിൻ്റെ, 4 ഇയേഴ്സിൻ്റെ, 5 ഇയേഴ്സിൻ്റെ, അങ്ങനെയാണ് സെറ്റ് വരേണ്ടത്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ എങ്ങനെയാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. ഇനി എത്ര ബഡ്ജറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യണം, എത്രയാണ് എമൗണ്ട്, അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് ചോദിച്ചാൽ മതി. കടക്കാരൊക്കെ ആകുമ്പോൾ അവർക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. അങ്ങോട്ട് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയലാണ് നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് പറയുന്നത്. ലിനൻ കോട്ടൺ മെറ്റീരിയലാണ്. നിങ്ങൾക്ക് വളരെ കംഫർട്ടായിട്ട് ഇടാം. നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ്. സുഖമായിട്ട് കുട്ടികളായതുകൊണ്ട് തന്നെ അത്രയും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഓരോരോ മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ തന്നെ. കാരണം കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു ഫംഗ്ഷൻ അടിപൊളിയായിട്ട് നടക്കണം. ആ ഒരു ഫുൾ ഡേ ഇടുമ്പോൾ തന്നെ കംഫർട്ടബിൾ ഫീൽ ചെയ്യണം. ഇത് കൈയൊക്കെ നമുക്ക് മടക്കി വെക്കാനുള്ള ഇതുണ്ടല്ലേ? മടക്കി ഇത് ഇവിടെ ബട്ടൺ ഇട്ട് വെക്കാവുന്ന ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കുട്ടികൾ ഇട്ട് കഴിഞ്ഞാൽ, ചെറിയ കുട്ടികളാണെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ചാടിപ്പോകും, ഇല്ലെങ്കിൽ അവർ കൈ മടക്കി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇരിക്കില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ഈ ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഇവിടെ ഓക്കെയാണ്, റെഡിയാണ്. അപ്പോൾ അങ്ങനെ പല മോഡൽസ് നമുക്ക് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച്, ഇതിൻ്റെ കളർ ചേഞ്ചസ് ആണ് അല്ലേ ഈ കാണുന്നതൊക്കെ? എല്ലാം കുർത്തകളാണ്. ഇതൊക്കെ കുർത്തീസ്. ഓക്കെ, കുർത്താസ്. അപ്പോൾ ഈ ഷർട്ട് വേണമെന്ന് വെച്ചാൽ ഷർട്ടും ഉണ്ട്. സെയിം ഫാബ്രിക്കിൽ തന്നെയാണോ ഇത് ചെയ്തിരിക്കുന്നത്? സെയിം ഫാബ്രിക് അല്ല, ഇത് കോട്ടൺ ആണ്. ഓക്സ്ഫോർഡ് കോട്ടൺ ആണ് മെറ്റീരിയൽ. പക്ഷെ ഭയങ്കര ഓക്സ്ഫോർഡ് കോട്ടൺ എന്നൊക്കെ പറയുമ്പോൾ നല്ല ടോപ്പിൽ വിട്ടു, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഓരോന്നോരോന്ന് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ കാണുന്ന പോലെയല്ല. സീരിയസ്ലി എനിക്ക് 3 ബേബീസ് ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യത്തിന് പറയുമ്പോൾ വേറെ ഒന്നും ഞാൻ നോക്കില്ല. അത്രയും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഷർട്ടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഷർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ഇതിലും 5 സൈസ് വരുന്നത് 1, 2, 3, 4, 5 ഇയേഴ്സിൻ്റെ വരെ കുട്ടികൾക്കുള്ളത് കിട്ടും. ഒരു 6 ഇയേഴ്സ് വരയ്ക്കും നമുക്ക് ഇവിടെ കിട്ടും അല്ലേ? 6ൻ്റെ മുകളിലേക്ക് നോക്കിയേ വേണ്ട. അപ്പോൾ ഈ നിൽക്കുന്ന ആളൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞ് ഇത് 6ൻ്റെ മുകളിലുള്ളതല്ല. ഇതിവിടെ ബൂൺ കിഡ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. അത് കിഡ്സ് 6ൻ്റെ മുകളിലായ എങ്ങനെയാ വന്നത്? ഇത് നമ്മൾ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പരസ്യം നമ്മുടെ സ്റ്റാഫുമാർക്ക് എല്ലാവർക്കും ഇങ്ങനെ. അപ്പോൾ ഈ ഒരു ബനിയൻ എനിക്കും വേണം കേട്ടോ, ഞാനും നിങ്ങളുടെ സ്റ്റാഫാണ് ഇപ്പോൾ കുറച്ച് നേരത്തേക്ക്. ഓക്കെ, അതും ബൂൺ കിഡ്സ് എന്ന് എഴുതിയിട്ടുള്ളത് തന്നെ വേണം, നല്ലല്ല. എന്തായാലും നല്ല ഇതായിട്ട് ഇതും നിങ്ങൾ ഓൺ ചെയ്യിപ്പിച്ച് എടുത്തിട്ടുള്ളതാണ്. ഇവിടെ തന്നെയാണ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ കണ്ട ആ ഒരു ഡിജിറ്റൽ പ്രിന്റിൻ്റെ പറഞ്ഞില്ലേ, അതിൻ്റെ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള, നേരത്തെ കണ്ടതിൽ ഫ്രില്ല് വരുന്നുണ്ട്, ഇതിലാകുമ്പോൾ നമുക്ക് ഫ്രില്ലില്ല, സ്ലീവ്ലെസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് വെറൈറ്റീസ് ആണ് കണ്ടോ. ഇതൊക്കെ ഡിജിറ്റൽ പ്രിന്റിൽ തന്നെ വരുന്നത് അല്ലേ? അതിന്റെ കളേഴ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ കളേഴ്സ് പ്രിന്റുകൾ വരുന്നുണ്ട്. ഇതൊക്കെ 5 സെറ്റ് അങ്ങനെ തന്നെ എടുക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. ഒരു പീസായിട്ട് ഇവിടെ വിളിച്ച് ചോദിക്കേണ്ട. അഥവാ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ വെബ്സൈറ്റിൽ കയറിക്കോ, വിളിച്ച് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് ഗൈഡ് ചെയ്ത് തരും, എങ്ങനെയൊക്കെ മേടിക്കേണ്ടത്. ഇനിയിപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് മേടിക്കണമെന്ന് വെച്ചാൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഒരു ഗുഡൻസ് ആയിട്ടോ, വിളിച്ച് ചോദിച്ചാൽ മതി എന്താ കാര്യങ്ങളെന്ന് വെച്ചാൽ. ഇതാ, അപ്പോൾ പ്രിൻറ്റുകൾ ഇപ്പോൾ ഈ കാണുന്ന പ്രിൻറ്റൊക്കെ ആവില്ല കേട്ടോ, എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കാരണം സീസൺ സമയത്ത് എന്ന് പറയുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് കയറിപ്പോൾ വേറെ പ്രിൻറ്റുകൾ കയറി എപ്പോഴും ഒരേപോലെ മോഡൽ കിട്ടില്ലല്ലോ, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതിൽ തന്നെ കണ്ടോ മയിലിൻ്റെ ഒരു പ്രിൻറ്റിൽ വന്നിട്ടുള്ളത്. ഇതൊക്കെ ഡിജിറ്റൽ പ്രിൻ്റ്, നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇട്ട് വരുമ്പോൾ തന്നെ. പിന്നെ അടിയിൽ നോക്കുകയാണെങ്കിലും വേറൊരു മോഡൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോന്നോരോന്ന്. ആ ഫിനിഷിങ്ങും ഇഷ്ടപ്പെട്ടു. ഇതേ ആരോ ചേച്ചിമാരോ ചേട്ടന്മാരോ ചെയ്യണം, എന്തായാലും അവരെ പറയാണ്ടിരിക്കാൻ വയ്യ. ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ സൂപ്പറാണ്. കുട്ടികളെന്ന് വെച്ചാൽ ഒരു തുണി പോലും പുറമേ കാണില്ല, അൺസ്റ്റിച്ച് എന്ന് വെച്ചാൽ വേസ്റ്റ് ആയിട്ടുള്ള തുണി ഉണ്ടാവില്ല നമുക്ക് ഉള്ളിൽ ഈ ആ ഭാഗത്ത്, അതൊന്നും നമുക്ക് അങ്ങനെ പുറത്തേക്ക് അങ്ങോട്ട് കാണില്ല കേട്ടോ. കറക്റ്റ് പക്ക ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാം കാര്യം. കുട്ടികൾക്ക് കുത്തേ പിടിക്കുക അങ്ങനെ ഒന്നും ഒരു ഫീലിംഗ് വരുന്നില്ല. അപ്പോൾ ഇതാണ് ഡിസൈൻ. അപ്പോൾ ഇതിൽ ഇത്ര കളേഴ്സ് ഉണ്ട് കേട്ടോ, 5 കളേഴ്സ് വരുന്നുണ്ട്. അതെ, ഇതിൽ 5 കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഒക്കെ നല്ല നല്ല ഭംഗിയുള്ള നല്ല പറയാം. ഇതൊക്കെ സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഹെവി പീസ് വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ അല്ലേ? എല്ലാ മോഡൽസ് വരുന്നുണ്ട്. ഇനി നല്ല ഭംഗിയുണ്ടല്ലോ അത് കണ്ടോ.
എന്ത് രസം അത് കാണാം. ഇതാകുമ്പോൾ 4 പീസിന്റെ സെറ്റ് അല്ലേ? അപ്പൊ വരുമ്പോ 6 month, 1 year, 2 year, 3 year. 4 പീസിന്റെ സെറ്റുകൾ 6 month to 3 year. 5 പീസിന്റെ സെറ്റുകൾ 1 to 5 year. ഓക്കെ, അങ്ങനെയാണ് കളക്ഷൻസ്. അപ്പോൾ ഇതിന്റെ കളർ ഓപ്ഷൻസ് നോക്കിയേ, ഇതൊക്കെയാണ് കളേഴ്സ് വരുന്നത്. നല്ല ഒക്കേക്ക് നല്ല എല്ലാത്തിലും കളർ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ എല്ലാ കളേഴ്സും എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഒരു സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്ര വേണേലും എടുക്കാം. 2 സെറ്റ്, 4 സെറ്റ്, 5 സെറ്റ്, ആ ഒരു മോഡലിന്റെ എത്ര സെറ്റ് വേണേലും അങ്ങനെ എടുക്കാം. ഇനി ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് സിമ്പിൾ ഹമ്പിൾ എന്ന് പറഞ്ഞ രീതിയിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ക്ലാസിക് ലുക്ക്, എ ലൈൻ പാറ്റേൺ, സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്ക് കേട്ടോ. അത് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ ഒക്കെ കൂടുതൽ എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് ലുക്കായിട്ട് ഫീൽ ചെയ്യുന്നത്. നമുക്ക് സാധാരണ ഇതിൽ തന്നെ കളറിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, കോട്ടണിൽ തന്നെ നല്ല രീതിയിലല്ലേ. പക്ഷെ അതൊക്കെ സീസൺ കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല നല്ല വെറൈറ്റീസൊക്കെ ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇതിന് തന്നെ കളേഴ്സ് നോക്കുകയാണെങ്കിൽ 2 കളർ ഓപ്ഷൻ അല്ലേ ഇതിൽ വരുന്നത്? ഉണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് സാമ്പിൾ പർപ്പസ് ആണ് കേട്ടോ. ഇരിക്കുന്നത് മൊത്തം സാമ്പിൾസ് ആണ്. ഇതിൻ്റെ തന്നെ ബൾക്കായിട്ട് ഗോഡൗണിൽ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വെയർ ഹൗസിൽ ഇരിക്കുന്നുണ്ട് അല്ലേ, ബൾക്കായിട്ടുള്ളത്. ഇതൊക്കെ സിമ്പിളായിട്ട് ആ ഒരു ക്രോഷ്യ ലേസൊക്കെ കൊടുത്തിട്ടുള്ള സിമ്പിൾ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു മോഡലാണ് കേട്ടോ. ഇതിൻ്റെ കളറുണ്ട് ഇതാ 1, 2, 3 അങ്ങനെ 3 കളർ ഇപ്പം എനിക്ക് കാണാനുള്ളൂ. ബാക്കിയുള്ള കളേഴ്സും ഉണ്ട് കേട്ടോ. ഇങ്ങനെ വെറൈറ്റീസ് കയറി പോവുക. ഇതൊക്കെ സിമ്പിളായിട്ട് വരുന്ന ഒരു ത്രെഡ് വർക്കിൽ വരുന്ന ഒരു മോഡൽ. പക്ഷെ എല്ലാത്തിനും സെയിം ക്വാളിറ്റി തന്നെയാണല്ലേ. ക്വാളിറ്റിയൊക്കെ ഒന്നിനും ഒരു മാറ്റമില്ല. എല്ലാതും നല്ല ഹൈ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ചെയ്തത്. പക്ഷെ എന്തായാലും ഈ ഡമ്മി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഡമ്മി നല്ല രസമുണ്ട്. അതിൻ്റെ ആ ഒരു ത്രെഡ് വർക്കും എംബ്രോയ്ഡറി വർക്കും എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. കുടുക്ക് നോക്കിയാൽ ഇവിടെ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ക്രക്ക സ്റ്റൈലിലാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രോക്ക് മാത്രമേ ഉള്ളൂ, മറ്റേ പാവാടയും ബ്ലൗസ് അതൊക്കെയാണല്ലോ നമ്മുടെ കേരള എന്ന് പറയണത്. അതെവിടെയാ? ഓക്കെ, ഇതിന്റെ ഉള്ളിലാണോ? ഓ അയ്യോ, ഇത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ബൾക്കായിട്ടുള്ളത് വെറൈറ്റീസ്. ഇത് ഫുൾ സ്കേർട്ട് ടോപ്പ് അല്ലേ? ആഹാ, അടുക്കി വെച്ചിരിക്കുന്നതാണ്. പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പുതിയ കളക്ഷൻസ് അപ്പൊ കാണാൻ പറ്റുന്നു. നമുക്ക് സൈറ്റിൽ പോയാലും കാണാൻ പറ്റും. അല്ലെ സൈറ്റിലൊക്കെ ഇത് ഉണ്ടാവില്ലേ? സൈറ്റിൽ പിന്നെ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഡിസൈൻസ് കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാ ബൾക്കായിട്ട് ഇതാ ഇതൊക്കെ ഫുള്ള് ഇങ്ങനെ എടുക്കണം. ഇത് ഫുള്ള് എടുക്കണം. എങ്ങനെയാ ഇതിന്റെ? ഇല്ല, ഇതിനകത്ത് ഓരോ മോഡലിന്റെ സെറ്റുകളുണ്ട്. അതായത് ഇതിപ്പോ ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോ നമ്മുടെ ഈ പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു സെറ്റ്. ഓ, ഇതിനകത്ത് 6 പീസാണ്. അപ്പോൾ 1 to 6 ആണ്. ഓ, അതാണ് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇവിടെ കിട്ടും എന്ന് പറഞ്ഞതല്ലേ? ഓക്കെ ഓക്കെ. അതുകൊണ്ട് ഇതിനകത്ത് 6 പീസ് വരുന്നുണ്ട്. ഓക്കെ, അത് ചിലതിന് 4 പീസ്, ചിലത് 5 പീസ്, ചിലത് 6 പീസ്. പക്ഷെ ഈ ഉള്ള പീസുകൾ മൊത്തം നമുക്ക് അങ്ങനെ എടുക്കേണ്ടി വരും കേട്ടോ. ഇത് ഫുൾ എടുത്തില്ലെങ്കിലും ഇതെങ്കിലും എടുക്കേണ്ടി വരും. ആ ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ. ഇത് പ്രൊഡക്ഷൻ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് കവറിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളതല്ലേ? കേടാവാണോ ഇരിക്കും വേണമല്ലോ. കേടാവില്ലൊന്നുമില്ല. ഇത് ഇന്ന് ഇടുമ്പോഴേക്കും സംഭവം വൈകുന്നേരം ആകുമ്പോഴേക്കും അത് സെയിലായി കഴിഞ്ഞു പോകും. അത്രയ്ക്കും സ്റ്റോക്ക് ഉണ്ട്. അപ്പം നമുക്ക് കുറച്ച് കളക്ഷൻസ് കാണിച്ചു കൊടുത്താലോ? എങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്കെ, നമുക്ക് ഓരോന്നോരോന്ന് നമുക്ക് സമാധാനമായിട്ട് ഇരുന്ന് കാണാം. കാരണം കുട്ടികളുടെ ആയതുകൊണ്ട് തന്നെ അത് കണ്ടിട്ട് ഫുൾ ആ പീക്കോക്കിൻ്റെ അടുത്ത് നല്ല ഭംഗിയിട്ടില്ല. അതെടുത്തോ. ഇതൊക്കെ എന്തൊരു സോഫ്റ്റ് ലൈറ്റ് ഫാബ്രിക് ആട്ടോ. കണ്ടോ, ഫുൾ ഡിജിറ്റൽ പ്രിന്റിലാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ സൈസസ് വരുമ്പോൾ 5, ഇത് സ്കേർട്ട് ബ്ലൗസ് വരുമ്പോൾ എല്ലാത്തിലും 5 പീസാ വരാം അല്ലേ? 6 പീസാ വരാം അല്ലേ? ഇതൊക്കെ നല്ല ടിഷ്യൂം കോട്ടനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള നല്ല ടൈപ്പ് ഫാബ്രിക്. ഡിജിറ്റൽ പ്രിന്റിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി കോട്ടൺ ലൈനിങ്ങും നല്ല ലൈനിങ് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. നമ്മൾ പുറമേത്തെ മാത്രം നോക്കിയാൽ പോരല്ല, ഉള്ളിലത്തെയും കൂടി നോക്കണ്ടേ എങ്ങനെയാന്നുള്ളത്. അതെ, അതിനുള്ള കളക്ഷൻസ് കാണിക്കാട്ടോ. നല്ല നല്ല വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. എന്താ ഇതൊക്കെ നമുക്ക് എംബ്രോയ്ഡറി ത്രെഡ് വർക്കിൽ വന്നിട്ടുള്ളതാണ്. ടിഷ്യൂല് നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് ഉള്ളിൽ ഇന്നറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലും നമുക്ക് സെറ്റ് 6 എണ്ണത്തിൻ്റെ എടുക്കണം എന്ന് നിർബന്ധമുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഇനി ഓണത്തിന് എന്താ കുറവ് അല്ലേ? എല്ലാം 10 ദിവസം 10 വെറൈറ്റി ഇട്ടിട്ട് പോവാം. കണ്ടോ, പല സ്ഥലത്തേക്കും കണ്ടോ. ഇതൊക്കെ ഗോൾഡനിൽ ആ ഒരു ത്രെഡ് വർക്കിൽ. ഇതിൻ്റെ പിന്നെ ഈ പ്രിൻറ്റുകളൊക്കെ ഇങ്ങനെ മാറി മാറി കിട്ടും കേട്ടോ. നല്ല നല്ല പ്രിൻസുകളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതൊരു പിസ്ത ഗ്രീൻ, ആരും കാണാത്ത ഒരു ഷെയ്ഡ് അല്ലേ? സാധാരണ വലിയവർക്കൊക്കെ കൂടുതൽ ഇത് കുട്ടികളുടെ ഭാഗത്തേക്ക് അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ കുട്ടികൾക്കും ഇപ്പം ഈ കളറ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് സൈസ് വരുന്നത് 0 to 1 അല്ലേ? 1 year. 1 ഇയറിൻ്റെ സൈസ്.
ഇത് ഫുൾ സെറ്റ് ഇങ്ങനെ പാവാടയും ഇതൊക്കെ ആയിട്ടുള്ളതാണ് വരുന്നത്. ഇതൊക്കെ വിചിത്രയിൽ വരുന്നുണ്ട്, റോസൽക്ക് വരുന്നുണ്ട്, ടിഷ്യൂല് വരുന്നുണ്ട്. അതൊക്കെ എന്ത് രസമാണ് കാണാനായിട്ട് അവർ ഡിജിറ്റൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? ഇതിൽ അതിനേക്കാളും എനിക്ക് തോന്നുന്നത് ഈ സ്കർട്ടും ടോപ്പിനാണ് വരുന്നതെന്ന് തോന്നുന്നുണ്ട് കൂടുതൽ കേട്ടോ. കണ്ടോ, അത് ടിഷ്യൂൻ്റെ പാവാട അതിൽ പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ട് ഇതിൽ ആ ഒരു ഇത് കാണുന്നത് ഫുൾ വീവിങ് ആണ് കേട്ടോ. അതും ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ പറയാണ്ടിരിക്കാൻ വയ്യ. അടിയിലത്തെ പോർഷനിൽ വരെ കണ്ടോ ഫുൾ ഇങ്ങനെ ഉൾട്ടേക്കിട്ട് അത് ഫുൾ കാണാത്ത വിധത്തിലാണ് സ്റ്റിച്ചിങ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഉള്ളിൽ പോലും നല്ല ബട്ടൻ്റെ ആ ഒരു ഭാഗത്തും എല്ലായിടത്തും അല്ല, കോട്ടൻ്റെ ലൈനിങ്ങിൻ്റെ കാര്യത്തിലും പറയുകയാണെങ്കിൽ നല്ല ടൈപ്പ് ലൈനിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ടതൊക്കെ നമ്മൾ പാവാടയിലായിരുന്നു ഡിജിറ്റൽ. ഇത് നോക്കുമ്പോൾ ടോപ്പിലാണ് വരുന്നത്. ടോപ്പിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ബ്രഷ് പെയിൻറ്റാണ്. അതുപോലെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ലിനൻ്റെ മെറ്റീരിയൽ അത് ടിഷ്യൂൻ്റെ ഇതാണ് വരുന്നത്. ടിഷ്യൂൻ്റെ വെറൈറ്റിയാണ്. അതിൽ ഈ ഒരു പോർഷനിൽ നമുക്ക് ഒരു പട്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഓണത്തിന് ഇനി 10 ഓണം 10 ദിവസം എല്ലാം കുട്ടികളെ അടിച്ചു പൊളിക്കട്ടെ. നല്ല നല്ല കളക്ഷൻസും ഉണ്ട്. ഒക്കെ വെറൈറ്റി മോഡൽസ്. ഇതൊക്കെ ടിഷ്യൂൻ്റെ ബ്ലൗസാണ് കേട്ടോ വരുന്നത്. അതിലൊക്കെ ത്രെഡ് വർക്ക് ഒരു 10-12 മോഡലിൽ ഒരു 50 വെറൈറ്റികളും കളക്ഷൻസ് ഇതിലുണ്ട് അല്ലേ? ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ. ടോപ്പിനെ കാണാൻ ഭംഗിയാണ്. പിന്നെ ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാലും നമ്മുടെ ഈ ഓണം കഴിഞ്ഞാലും ഇത് വേറെ ഒരു പാവാടയ്ക്ക് യൂസ് ചെയ്യാനും പറ്റും. പഫിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്ത് ഭയങ്കര സോഫ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഇതിന് കിട്ടുന്നത്. ഇതിലും സെൽഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ സെൽഫ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. വർക്ക് ഉണ്ട് ഇഷ്ടം പോലെ. ഡിജിറ്റൽ പ്രിൻറ്റിലാണ് കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിലാണ് ബട്ടൺ. നല്ല ഒരു ഡിഫറെന്റ് വെറൈറ്റി ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും നമ്മൾ ബാക്കിൽ തന്നെ കൊടുത്തിട്ട് ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമില്ലാത്തല്ലേ? ഇതൊക്കെ ഡിജിറ്റൽ കേട്ടോ. നല്ല ഒക്കെ നല്ല ഭംഗിയാണ്. കുട്ടികളൊക്കെ ഇട്ട് വരുമ്പോഴാട്ടോ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതെന്ന് നോക്കുകയാണെങ്കിൽ ഒക്കെ ഓരോരോ വെറൈറ്റികൾ. പാറ്റേൺ ഏകദേശം ഒക്കെ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളൊക്കെ ചിലതിലൊക്കെ ഉണ്ടാവും. ഫ്രണ്ട് ബാക്ക് അങ്ങനത്തെ. പക്ഷെ എല്ലാത്തിനും തുണികൾ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇപ്പം കാണിക്കുന്നത് എല്ലാത്തിൻ്റെയും നമുക്ക് തുണികൾ വ്യത്യാസമായിട്ടുള്ള തുണികളാണ് കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ആ ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ ഇതാ പാവാടയിൽ ഫുൾ വലിയ വലിയ വർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ത്രെഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പോർഷനിൽ. അപ്പോൾ ചേച്ചിക്ക് അനിയത്തിക്ക് അങ്ങനെയൊക്കെ കടയിൽ നിന്ന് മേടിക്കുമ്പോഴേ റീറ്റെയിലായിട്ട് ഒരേപോലത്തെ മേടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അഫോർഡബിൾ റേഞ്ചാണ് കേട്ടോ. നിസ്സാര റേറ്റാണ് ഹോൾസെയിലിന്. പക്ഷേ റീറ്റെയിൽ ആകുമ്പോൾ റേറ്റ് ഇത്തിരി കൂടും. അത് വീണ്ടും എടുത്ത് പറയാം, രണ്ടും മാറ്റം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇനി അവർക്ക് ഫംഗ്ഷൻ അടിച്ചു പൊളിക്കാം. അടിപൊളിയായിട്ട് കളർഫുള്ളായിട്ട് പിള്ളേർക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇത് വരുന്നത്. അതും ഫുൾ കെട്ടൊക്കെ കെട്ടാനുള്ളതുണ്ട്. എലാസ്റ്റിക് വേണമെങ്കിൽ എലാസ്റ്റിക് മോഡലുണ്ട്. അങ്ങനെ പല പല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതും വലിയൊരു പ്രിൻറ്റ്. അതിൽ ഫുൾ ത്രെഡ് വർക്ക്. അടിപൊളി അല്ലേ? എനിക്ക് ഇത് ഇഷ്ടമായത് കേട്ടോ. നിങ്ങളുടെ ആ ഒരു ടാഗും ഈ ടാഗ് നമ്മൾ ഓണത്തിന് വേണ്ടി മാത്രമായിട്ട് ചെയ്തിരിക്കുന്ന, ഓണത്തിന്റെ വേണ്ടി മാത്രമായിട്ട് ചെയ്തിരിക്കുന്ന ടാഗാണ്. ഓക്കെ, എപ്പോഴും ഉണ്ടാവില്ലേ ഈ ഒരു നോർമൽ ടാഗ് വേറെയാണ്. വേറെ ഓക്കെ. നമ്മൾ ഹാപ്പി ഓണം എന്ന് പറഞ്ഞിട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ ഓണം കഴിഞ്ഞാൽ അതിൻ്റെ ഇത് മാറൂല്ലേ? ശരി. ഇതാ ഓണത്തിന് ഇനി കളക്ഷൻസ് കാണിച്ചില്ല എന്ന് പറയണ്ട. ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസാണ് ഉള്ളത് കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ കോപ്പറിൻ്റെ വർക്ക് ഫുള്ള് ലുക്ക് കാണുമ്പോഴുള്ള ഭംഗി വേറെ തന്നെയാണ് കേട്ടോ. ഇതും ടിഷ്യൂല് തന്നെയല്ലേ? അത് സെയിം ആ ഒരു പീക്കോക്കിന്റെ ഇവിടെ പ്രിന്റ് കൊടുത്തത് അത് തന്നെ ഇവിടെ ത്രെഡ് വർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സ്ലീവ്ലെസ് ആയിട്ട്. അപ്പോൾ സ്ലീവ്ലെസ് ഉള്ളതുണ്ട്, സ്ലീവ് ഉണ്ട്, ഫ്രില്ലുള്ള ടൈപ്പ്. ഇത് വന്നപ്പോൾ ഫ്രില്ല് നേരത്തെ കണ്ടതിൽ തന്നെ നമുക്ക് ഫ്രില്ല് മോഡൽ വരുന്നത് കണ്ടോ. ഫ്രില്ലുണ്ട്, സ്ലീവ്ലെസ് ഉണ്ട്, പഫ് സ്ലീവ് ഉണ്ട്, എല്ലാ ടൈപ്പ് മോഡൽസും വരുന്നുണ്ട്. അതിൽ ബാക്കിൽ ഹുക്ക് വേണോ, ഫ്രണ്ടിൽ ഹുക്ക് വേണോ, ബട്ടൺ വേണോ, അങ്ങനെ. ഇനി കോട്ടണിൽ വേണമെങ്കിൽ കോട്ടണിലും വരുന്നുണ്ട്. തിളങ്ങണ മോഡൽ വേണമെങ്കിൽ തിളങ്ങണ മോഡലുണ്ട്, ലിനനിലുണ്ട്, ഡിജിറ്റലുണ്ട്, സട്ടലായിട്ട് വേണമെങ്കിൽ അങ്ങനത്തെ മോഡലുണ്ട്. ഇതൊക്കെ നമുക്ക് സാമ്പിൾസ് മീൻസ് നമുക്ക് കാണാം, ഇഷ്ടപ്പെടാം. പക്ഷേ എടുക്കണത് മൊത്തം ഇതുപോലെ ബൾക്കായിട്ട് തന്നെ എടുക്കണം. ഇതൊക്കെ 6 പീസിൻ്റെ ഒരു സെറ്റാണ് വരുന്നത്. ഇതിൻ്റെ മോഡലൊക്കെ നമ്മൾ കാണിച്ച് കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡാണ് ഇപ്പോൾ ഈ കാണുന്നത്.
ഡിഫറെൻറ്റ് കളക്ഷൻ. അപ്പോൾ പാവാടയ്ക്കൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. പാവാടയ്ക്ക് ചെറിയ മാറ്റങ്ങൾ. ഇപ്പോൾ ഒരു കടയിലേക്കാണെങ്കിൽ നമ്മളിപ്പോൾ ഒരേ മോഡലല്ലോ, എല്ലാം വേറെ വേറെ മോഡലാണ്. അപ്പോൾ അവർക്ക് പല മോഡലിന്റെ സെറ്റുകൾ ഉണ്ടാവും. അവർക്ക് കടയിൽ ചെല്ലുമ്പോൾ തന്നെയാണെങ്കിലും കണ്ടമാനം വെറൈറ്റി അവർക്ക് കസ്റ്റമറിനെ കാണിക്കാൻ പറ്റും. അതെ. അപ്പോൾ നമ്മൾ ഒരു മോഡൽ തന്നെ കൂടുതൽ എടുക്കുന്നതിലും പല മോഡൽ കസ്റ്റമറിന് എടുക്കാനുള്ള ഓപ്ഷൻ. ഇത് നല്ല ഭംഗിയുണ്ട്. എനിക്ക് കളറും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പേസ്റ്റൽ ഷെയ്ഡിൻ്റെ ഒരു ലിനൻ്റെ മെറ്റീരിയൽ തോന്നുന്നു ടോപ്പ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഡിസൈൻ തന്നെ വന്നപ്പോൾ കുട്ടികൾക്ക് ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. വിചിത്രയിലാണ് പാവാട വന്നിരിക്കുന്നത്. അപ്പോൾ ടിഷ്യൂവിൽ നിന്നും മാറ്റി ഒന്ന് വിചിത്രയിലേക്ക് കയറി പിടിച്ചു. സിമ്പിളായിട്ടുള്ളത്. ഇത് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ പ്രിൻ്റാണ്. കോട്ടൻ്റെ ഇത് ടോപ്പ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനെയൊക്കെ വർക്കൊക്കെ കൊടുത്തിട്ട് കേട്ടോ. അതിലും സെൽഫ് ഡിസൈൻ വന്നിട്ടുണ്ട്. സെൽഫ് ഡിസൈനൊക്കെ ടോപ്പിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടോ, ചെറിയ ചെറിയ വർക്ക്. അതൊക്കെ ശരിക്കും ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചാൽ അറിയാൻ പറ്റുള്ളൂ കറക്റ്റായിട്ടുള്ള ഒരു പിക്ചർ. ഇതിൽ ഇതൊക്കെ തുണിയോട് കൂടിയിട്ടാണ്, കാരണം അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ പോകാനോ ഒന്നും ചാൻസ് ഇല്ല. അത് ഒരു ഫുൾ പ്രിന്റ് അങ്ങനെ തന്നെയാണ്. അതെ, വലിയ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ കംപ്ലൈൻറ്റ്സ് വരില്ല, ഹാർഷ് ആവില്ല നമുക്ക് സ്കിന്നിന്. ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓരോന്നോരോന്ന് കാണിക്കുമ്പോൾ എൻ്റെ പെൺകുട്ടിയൊക്കെ വലുതായി. ഇപ്പം ആലോചിക്കായി ചെറിയ കുട്ടികളൊക്കെ ഇടുന്ന കാണുമ്പോൾ രസം എന്ത് രസമല്ലേ. ചെറിയ കുട്ടികൾ എപ്പോഴും നമുക്ക് ഈ ഉടുപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രത്യേകിച്ച് ട്രഡീഷണൽ വെയർ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയല്ലേ. അതെ അതെ, ഒരു പ്രത്യേക ലുക്ക് തന്നെ കേട്ടോ അവർക്ക്. ഇത് ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ മാലയും കമ്മലൊക്കെ ഇട്ട് ആ ഒരു വെറൈറ്റിയിൽ നിർത്തി കാണിക്കുമ്പോൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് കുറച്ച് കളക്ഷൻസ് കാണിച്ചിട്ടുള്ളൂ. ഇതിനേക്കാളും കുറേ കളക്ഷൻസ് നമുക്ക് കാണാൻ ഇനിയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബൾക്കാണ് ഈ ഫുൾ കാണുന്നത് കണ്ടോ. ഇത് ഡയറക്റ്റ് വരാൻ നമുക്ക് കൈയോടെ നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് വന്നാൽ മതി. ഡയറക്റ്റ് വരുമ്പോൾ കോതമംഗലത്തേക്കാണ് വരുന്നത്. പിന്നെ ഈ ഇരിക്കുന്നത് കൂടാണ്ട് ഇവിടെ കുറച്ച് ഐറ്റംസ് ഇരിക്കുന്നത്, അതെന്താ സംഭവം? ഇത് നമുക്ക് നമ്മുടെ സൈറ്റ് വഴി കൊടുക്കുന്ന ഐറ്റംസ് ആണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് റീറ്റെയിൽ കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് റീറ്റെയിലിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അതായത് ഇൻഡിവിജ്വൽ പീസ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. നമ്മുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ www.boonkids.com കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ മോഡൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു കൊച്ചിൻ്റെ അളവ് പറഞ്ഞു കഴിഞ്ഞാൽ ആ അളവിന് നമ്മൾ കറക്റ്റായിട്ട് വേണമെങ്കിൽ തയ്ച്ച് അയച്ചു തരും. അപ്പോൾ ഇത് സെറ്റായിട്ട് എടുക്കണ്ട, സെറ്റായിട്ട് വേണ്ട, സിംഗിൾ പീസായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്തായാലും നമുക്ക് വെബ്സൈറ്റിൽ കയറി നോക്കേണ്ടി വരും. കാരണം ഇതിൻ്റെ റേറ്റ് ഇതിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോൾസെയിൽക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ വർക്കാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ വെറൈറ്റീസ് ഇഷ്ടം പോലെയുണ്ട് കേട്ടോ. മെറ്റീരിയൽ ഓർഗൻസ വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ സിമ്പിൾ ഓർഗൻസയിൽ സിമ്പിൾ വേണമെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ളതുണ്ട്. ഇപ്പോൾ പ്രൊഡക്ഷൻ ആണെന്നുള്ളത് കാണിക്കുന്നതിൻ്റെ ഒരു തെളിവാണ്. ഇതൊന്ന് പിടിച്ചോ കണ്ടോ. സെയിം മെറ്റീരിയൽ തന്നെ ഡിഫറെൻറ്റ് പാറ്റേണിൽ ചെയ്തിട്ടുള്ളത്. അത് പ്രൊഡക്ഷൻ സ്ഥലത്ത് മാത്രമേ ഇത് കാണിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും സെയിം മെറ്റീരിയൽ തന്നെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഓർഗൻസയിൽ തന്നെ ഡിഫറെൻറ്റ് പാറ്റേൺസ് വരുന്നതാണ്. പിന്നെ ഇതൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഇതൊക്കെ എങ്ങനെ സൈസസ് വരുന്നത്? അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ഇട്ടിരിക്കുന്ന സൈസ് എന്ന് പറയുമ്പോൾ അല്ല, ഇത് നമുക്ക് സൈസ് 12 വയസ്സ് വരെ, കാരണം ഇത് പിള്ളേരുടെ അളവിന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നമ്മൾ സാമ്പിൾസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കൂടാണ്ട് നമ്മുടെ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറ്റും. അത് റീറ്റെയിലുകാർക്ക് കേട്ടോ. ഹോൾസെയിൽക്കാർക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇത് നന്നായിട്ടുണ്ട്. ഓർഗൻസിൽ നല്ല ഇതൊക്കെ ശരിക്കും കുട്ടികളൊക്കെ ഇട്ട് ആ ഒരു ഫ്രില്ലൊക്കെ വരുമ്പോ പണ്ടത്തെ കാലമൊക്കെ ഓർമ്മ വരും. അതെ, എന്നിട്ട് കുട്ടികൾ ഇങ്ങനെ ഒരു നർത്തം ഇങ്ങനെ ചന്തിവിടോ ആ കാലമൊക്കെ ഓർമ്മ വരുന്നൊക്കെ ഇനിയും തിരിച്ചു കിട്ടില്ലല്ലോ ആ കാലങ്ങളൊക്കെ. ഇതൊക്കെ ഒരു ഫാൻസി പറന്ന് നിൽക്കുന്ന ടൈപ്പ്. ഇതാണെങ്കിൽ തന്നെയും കുട്ടികൾക്ക് ഇടുന്നതിന് വേറെ ഡിസ്കംഫർട്ടൻസ് ഇല്ല. കാരണം ഇത് പുറത്തൊരു ലെയറാണ്, ഇതിന്റെ അടിയിൽ വേറെ ഒരു ലെയർ വന്നിട്ട് വരുന്നുണ്ട്, അതിന്റെ അടിയിൽ ക്രേപ്പ് വരുന്നുണ്ട്, അതിന്റെ അടിയിൽ കോട്ടൺ ലൈനിങ് വരുന്നുണ്ട്. അതേപോലെ ഇതിന്റെ അകത്ത് സ്റ്റിച്ചുകളൊക്കെ നമ്മൾ അകത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്, പുറത്തൊരു സ്റ്റിച്ച് പോലും വരുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അങ്ങനെ മേത്ത് കൊള്ളി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. കുട്ടികൾ പറഞ്ഞു നിൽക്കുന്ന സാധനം കുട്ടികൾക്ക് ഇടുന്നതിന് വേറെ ഡിസ്കംഫർട്ടൻസ് കാര്യങ്ങൾ. അത് പുറമത്തെ കാര്യമാണ്, ഉള്ളിലത്തെ കാര്യം നോക്കിയാൽ മതി. ഉള്ളിൽ കംഫർട്ടബിൾ ആണെങ്കിൽ പിന്നെ പുറമെ എന്തായാലും പ്രശ്നമില്ല. അതുപോലെ ഈ ചെയ്തിരിക്കുന്ന ഈ വർക്കുകളൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ തൊടുമ്പോൾ അങ്ങനെ റാഷസ് വരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ അതൊക്കെയാണ് മെയിനായിട്ട്. അതെ അതെ, അത് തൊടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് കേട്ടോ. അത്രയും കംഫർട്ട്. ഇതിന്റെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കോട്ടൺ നല്ലൊരു ഇത് ഹക്കോബയാണ് ഇതിന്റെ മെറ്റീരിയൽ. അടിയിലത്തെ ഹക്കോബയിൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. മുകളിൽ വന്നിരിക്കുന്നത് കോട്ടന്റെ മെറ്റീരിയൽ ആണ്. പക്ഷെ ഉള്ളിൽ ലൈനിങ് കൊടുത്തിരിക്കുന്നത് കോട്ടൺ തന്നെയാണ്. അത് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ.
അതില് സ്റ്റിച്ച് ഇങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ പുറത്താണ് വന്നിരിക്കുന്നത്. ആ ഇപ്പുറത്തേക്ക്. അപ്പോൾ അത് കാരണം അങ്ങനെ ഉള്ളിലേക്ക് കൊള്ളില്ല കുട്ടികൾക്ക്. കളക്ഷൻസിന് കുറവുമില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പിന്നെ അറേഞ്ച് ചെയ്താൽ മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കൂടാണ്ട് ഇപ്പുറത്തെ സൈഡും കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ അതാ ഫുൾ കുട്ടികളുടെ കളക്ഷൻസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് റീറ്റെയിൽ ആണല്ലേ? റീറ്റെയിൽ മീൻസ് നമുക്ക് ഇപ്പോൾ ഹോൾസെയിലായിട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ ബൾക്കായിട്ട് ചെയ്യിപ്പിച്ച് തരും. ഓർഡർ മാത്രമാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഉള്ളൂ. ബാക്കി ഈ സാധനങ്ങളൊക്കെ നമ്മൾ റെഡി ആയിട്ട് പ്രൊഡക്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഈ സാധനങ്ങൾ നമ്മൾ എഗനിസ്റ്റ് ഓർഡർ മാത്രമേ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഒന്ന് കളക്ഷൻസ് ഒന്ന് നോക്കിയാലോ. കണ്ടോ, ഇതൊക്കെ ഷിമ്മറി ആ ഒരു മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയിൽ ഫ്ലീറ്റൊക്കെ ചെയ്തിട്ട് കൈ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത ഈ ബാൻഡ് ഊരി വെക്കാം നമുക്ക്. ഓക്കെ. ഈ രണ്ട് സൈഡ് കണ്ടോ, ഇത് നമുക്ക് ഊരി വെക്കാം. മറ്റേതിലെന്ന് പറയുമ്പോൾ അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ പോകുന്നുള്ള പ്രശ്നം വേണ്ട. അപ്പോൾ ഇത് ഊരി കഴിഞ്ഞ പരിപാടി കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ വീട്ടിലായാലും നമുക്കത് വാഷ് ചെയ്ത് എടുക്കാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. സിമ്പിളായിട്ടുള്ള ഇങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ യൂസ് ചെയ്യാം. ഇതിൻ്റെ കളർ ഓപ്ഷൻസ് ആണ് ഈ ഇരിക്കുന്നത്. ഇതിൻ്റെ കളർ ഓപ്ഷൻസ് ആണ് കേട്ടോ വരുന്നത്. പിന്നെയും കുറേ വെറൈറ്റീസ് ഉണ്ട്, ഇഷ്ടംപോലെ വെറൈറ്റീസ്. ഓരോന്നോരോന്നോരോന്ന് കാണിക്കണമെന്നുണ്ട്. നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് കണ്ടോ. കുട്ടികളൊക്കെ ഇട്ട് വരുമ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ അവിടെ കണ്ടതിൻ്റെ അതിൻ്റെ ഈ വർക്ക് മാറ്റാം. അതിന്റെ വർക്ക് ഇതിന്റെ അടിയിൽ ഈ ഫ്രില്ല് വരുന്നുണ്ട്, ഇതിന് ഫ്രില്ല് ഇല്ലാത്ത മോഡലാണ്. വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ചെറിയ ഇതിന് ആദ്യം കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മോഡൽ ഇതാണ്. പക്ഷെ ഇതുണ്ടോ, ഇത് ബോക്സ് ഫ്ലീറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടോ, അങ്ങനെ മാറ്റങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടല്ലേ. ഇവിടെ അതിന് വ്യത്യാസം. ഇത് ബോക്സ് ഫ്ലീറ്റ് ആയാൽ ഇതാണെങ്കിൽ നമുക്ക് ചുരുചുരായിട്ട് ചെറിയ ഫ്ലീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നും. അതെ, കണ്ടപ്പോ തുണിക്ക് മാറ്റമില്ലേ, തുണി ഒരു ക്വാളിറ്റിയും നല്ലതാണല്ലോ. അപ്പോൾ അത് പിടിച്ചു നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ക്വാളിറ്റി നോക്കിയപ്പോൾ രണ്ടും ഒരുപോലെ, കളറിന് വ്യത്യാസമുള്ളൂന്നാണ് ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, എല്ലാത്തിനും ചെറിയ മാറ്റങ്ങൾ നമുക്ക് എന്തായാലും ഫീൽ ചെയ്യുന്നതായിരിക്കും. ഇത് നമുക്ക് റീറ്റെയിലായിട്ട് വെബ്സൈറ്റിൽ കയറി കാണാൻ പറ്റും. ഈ ലൈനിൽ ഡയറക്റ്റ് മോളിൽ നിന്നാണ് കേട്ടോ അതിൻ്റെ ഫ്ലീറ്റ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ ഇതും ഫുൾ ഹാൻഡ് മെയ്ഡാണ് ചെയ്തിരിക്കുന്ന വർക്ക്. ഹാൻഡ് മെയ്ഡും ഉണ്ട്, അതുപോലെ തന്നെ വെച്ച് ചെയ്യിപ്പിക്കുന്നതും ഉണ്ട്. ഇതിൻ്റെ ഓപ്ഷൻസ് പിന്നെ ഇത് ബാപ്റ്റിസം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിനുള്ളതും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? ചെയ്യുന്നുണ്ട്. ബാപ്റ്റിസത്തിന് വേണം, ഏതൊരു ഫംഗ്ഷന് വേണമെങ്കിലും ആ ഫംഗ്ഷനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചെടുക്കാനും പറ്റും. അത് റീറ്റെയിൽ ആണെങ്കിൽ മറ്റേ പ്രൊഡക്ഷൻ നടന്നതാണെങ്കിൽ അത് ഹോൾസെയിലേക്ക് കയറിപ്പോൾ. അപ്പോൾ രണ്ടും ഉണ്ട്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സംഭവം കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈസസ് നമുക്ക് പറഞ്ഞ സൈസിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ വെറൈറ്റീസ് കേട്ടോ. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രില്ല് ടൈപ്പ്. ഇതൊരെണ്ണം ഒന്ന് ഈ മോഡലിൽ ഒരെണ്ണം. ഇതൊക്കെ കുട്ടികൾക്ക് ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു മോഡൽ തന്നെയാണ്. പക്ഷെ അതിൽ തന്നെ കുറച്ച് വെറൈറ്റീസ് കളർഫുൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല നന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വർക്ക് നോക്കി കളർഫുൾ ആയിട്ടുള്ള മഞ്ഞയും പച്ചയും ചുവപ്പും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു വെറൈറ്റി കേട്ടോ. ഇതിനും കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ കളേഴ്സും വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ ഇനി ഈ ഒരു സെക്ഷൻ കൂടാണ്ട് നമുക്ക് കുറച്ചേ കാണിച്ചിട്ടുള്ള സത്യം പറഞ്ഞാൽ ഇനി ഇപ്പുറത്തെ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ മൊത്തം നമുക്ക് വരുന്നത് ഫാൻസി ഐറ്റംസ്. അതെ, ഫാൻസി ഫ്രോക്ക്, ക്യാഷ്വൽ വെയർ, ഈ നമ്മുടെ ഓണത്തിന്റെ അല്ലാതെ റെഗുലർ ഐറ്റംസ് ഇല്ലേ, റെഗുലർലി എല്ലാ ആഴ്ചയും ഒരു 10 ദിവസത്തിനൊക്കെ ഉള്ള നമുക്ക് എല്ലാ ആഴ്ചയും അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഒരേ മാറിക്കൊണ്ടിരിക്കും. ഈ ആഴ്ച ഒന്നിറങ്ങി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച പുതിയതിറങ്ങും, അതിന്റെ അടുത്ത ആഴ്ച പുതിയതിറങ്ങും. പക്ഷേ 365 ഡേയ്സ് ഈ ഐറ്റംസ് എപ്പോഴും ഉണ്ടാവും. അതെ, മോഡൽസ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കളക്ഷൻസ് ആണ്. അപ്പോൾ ഇത് ഇരിക്കുന്ന മോഡൽ തന്നെ സെയിം ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ഇത് ഒരു മോഡലാണ് വരുന്നത്. അതുപോലെ ഇതിൽ വരുമ്പോൾ നമുക്ക് 4 പീസിൻ്റെ ഒരു സെറ്റാണ് വരുന്നത്. അപ്പോൾ 6 month, 1 year, 2 year, 3 year അങ്ങനെയാണ് വരുന്നത്. ഇതൊരു സ്ലീവ്ലെസ് മോഡലാണ്. അപ്പോൾ അതിനകത്ത് ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പിന്റെ ഒരു ഫീൽ ഉണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു ഫ്ലാപ്പ് പോലെ കൊടുത്തിരിക്കുന്നതാണ്. ഫ്ലാപ്പ് ആയതുകൊണ്ട് കുട്ടികൾക്ക് അങ്ങനെ പവട ഉരി പോകുന്നുള്ള ഒരു ബുദ്ധിമുട്ടില്ല. ഇത് അങ്ങനെ എല്ലാ ഇപ്പൊ കാണിക്കുന്നതൊക്കെ 4 എണ്ണത്തിന്റെ സെറ്റാണ് വരുന്നത് കേട്ടോ. അതും നല്ല പ്രീമിയം ക്വാളിറ്റി ഇട്ടിട്ടാണ് ഓരോ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിന്റെ പാക്കിംഗ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് പാക്കിംഗ് വരാം കേട്ടോ. ഫുൾ ഒരൊറ്റ ഇതിലാണ് പാക്കിംഗ് കാര്യങ്ങളൊക്കെ. നിങ്ങൾ കൊറിയറൊക്കെ അയച്ചു കൊടുക്കില്ലേ? ഇതിപ്പോ ഒരു ഐറ്റം ഇങ്ങനെ ഇവിടെ തുണിയിൽ എപ്പോഴും പൊടി ഉണ്ടാവും, ഇവിടെയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതൊന്നും തുണിയിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു കവറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് കടയിൽ ചെല്ലുമ്പോൾ അത് ഫ്രഷ് ആയിട്ട് അവർക്ക് കിട്ടും. പിന്നെ പോരാത്തതിന് ഇവിടെ മുകളിൽ തന്നെ പ്രൊഡക്ഷനും നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ താഴത്തെ മൊത്തം നമുക്ക് സാമ്പിൾസ് മാത്രം കിട്ടുന്ന ഒരു ഏരിയ ആണ് ഇത്. ഓരോന്ന് അതും നല്ല മെറ്റീരിയൽ വെച്ചിട്ടാണ് ഓരോരോ കളക്ഷൻസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ ഒക്കെ സൈസസ് ഇതിനകത്ത് ഓരോ മോഡലിന് വ്യത്യാസം ഉണ്ടാവും, കൈ വ്യത്യാസം ഉണ്ടാവും, ഇവിടെ
കോളർ യോക്ക് പാർട്ട് വ്യത്യാസം ഉണ്ടാവും. ഈ താഴേക്കുള്ള നെറ്റ് ആണ് കോമൺ ആയിട്ട് വരുന്നത്. യോക്ക് എല്ലാം വ്യത്യാസമുണ്ട്. ഓരോ മോഡലും അതും സോഫ്റ്റ് നെറ്റ് ആണ് അല്ലേ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ആ ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്നതാണ് കേട്ടോ. അതിന്റെ കളർ ഓപ്ഷൻസ് ഉണ്ടാവും. ടൈപ്പ് ക്രഷ് ഉള്ള ഫാബ്രിക്കാണ്, കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ചെറുതായിട്ടൊരു സ്ട്രെച്ച് ഉണ്ട് ഇതിന് വരുന്നത്. ഇതിൽ തന്നെ കളേഴ്സും വരുന്നുണ്ട്. അപ്പോൾ കളേഴ്സൊക്കെ നമുക്ക് ഡയറക്റ്റ് വന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കളക്ഷൻസും കളേഴ്സും കാണാൻ പറ്റും. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഉള്ള കളക്ഷൻസാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് കൂടാണ്ട് ഒരുപാട് കളക്ഷൻസ് അപ്കമിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ഒരു ബെനി സ്റ്റഫിലും അതുപോലെ ജോർജറ്റിൻ്റെ മെറ്റീരിയലിൻ്റെ ഡെർബി മെറ്റീരിയൽ. പിന്നെ ഇതാ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമ്മളെപ്പോഴും കാണുന്ന ഒരു മോഡൽ തന്നെ ഇതിൻ്റെ തന്നെ സെയിം തന്നെ കോപ്പി നമുക്ക് കിട്ടും കേട്ടോ. അത് ലോ പ്രൈസിൽ എന്ന് വെച്ചാൽ 50 രൂപയ്ക്കും 100 രൂപയ്ക്കും കുട്ടികളുടെ സാധനം കിട്ടും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. രണ്ടും മേടിച്ച് കൊണ്ടുപോയിട്ട് വീട്ടിലിട്ട് നോക്കാം കുട്ടികൾക്ക് ഏതാ ഹാംഫുൾ ആവണേ നോക്കിയിട്ട്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുമോ ഏതാന്നുള്ളത്. പിടിച്ച് നോക്കുമ്പോൾ അറിയാം കേട്ടോ എന്താണെന്നുള്ളത്. ഇതൊക്കെ നമുക്ക് ഡെനിമിൻ്റെ 2 പീസ് സെറ്റാണിത്. അപ്പോൾ ഇത് ബനിയനും താഴേക്കുള്ളൊരു ഡെങ്ക്രി മോഡൽ ബാബാ സൂട്ട് മോഡൽ കുറച്ച് ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ ഒരു വരുന്നത്. അപ്പോൾ ഇതിനും കളേഴ്സ് വരുന്നുണ്ട്. 4 പീസിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ വരുന്ന മോഡൽ ദാ അടിപൊളി ഒരു കോട്ടൺ ആണ് കേട്ടോ. ആ ഒരു ഫ്രണ്ട് പോർഷനിൽ യോക്കിൽ വന്നിരിക്കുന്ന വിത്ത് ലേസിൻ്റെ വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ നല്ല അടിപൊളി. ഓരോന്നോരോന്നും ഇങ്ങനെ ആലോചിച്ച് ചെയ്തിട്ടുള്ള വർക്കാണ് അല്ലേ. സോഫ്റ്റ് കോട്ടൺ ലൈറ്റ് വെയിറ്റ് കോട്ടൺ എന്നൊക്കെ പറയില്ലേ, അതിൽ തന്നെ കളേഴ്സാണ് കേട്ടോ. അത് ഈ കാണുന്നതൊക്കെ കളേഴ്സാണ്. പ്ലാസ്റ്റിക് കവറിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണില്ല. പക്ഷേ ഓരോ പീസും എന്തായാലും പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതാ കുഞ്ഞു കുട്ടികളുടെ തന്നെ ഇതൊക്കെ സ്മോൾ നമുക്ക് 6 മാസത്തിന്. ഓക്കെ, ഇതിൻ്റെ യോക്കിൻ്റെ കളേഴ്സാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. യോക്കിൻ്റെ കളർ എംബ്രോയിഡറി അതിൻ്റെ കയ്യ് യോക്കിൽ വരുന്ന മാറ്റങ്ങൾ വരുന്നുണ്ട്. അതെ, കുറെ ശ്രദ്ധിക്കണമല്ലോ ഓരോ കുട്ടികൾക്ക് എന്തൊക്കെ പാറ്റേൺ ചെയ്യണം എന്നുള്ളത്. ഓരോരോ ഡ്രസ്സിനും ഓരോരോ കുട്ടികളുടെ പേര് എഴുതിയിട്ടുണ്ടാവും. അത് ആർക്കാളക്കെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇതൊക്കെ ഹോൾസെയിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ റീറ്റെയിലായിട്ട് നേരത്തെ പറഞ്ഞ പോലെ വെബ്സൈറ്റിൽ കയറാം. ഹോൾസെയിൽ ആണെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് എടുക്കണം. പക്ഷേ നല്ല അഫോർഡബിൾ റേഞ്ചിന് നമുക്ക് ഇവിടെ മേടിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നമുക്ക് കളക്ഷൻസ് കാണിച്ച് പോവാണ് കേട്ടോ. നല്ല നല്ല കളക്ഷൻസ്. ഇതിൻ്റെ ഒക്കെ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇഷ്ടം പോലെ കളേഴ്സും വരുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് 1 to 5 ഇയർ ആണ്. 5 പീസ് വരുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ, ആ ഒരു സെക്ഷൻ വൈസ് വെച്ചിരിക്കുന്നത്. അപ്പം നേരത്തെ കണ്ട സെക്ഷൻ എന്ന് പറയുന്നത് അത് 4 പീസിൻ്റെ, ഇത് വരുമ്പോൾ 5 പീസിൻ്റെ സെറ്റ്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിനും കളേഴ്സ് വരുന്നുണ്ടല്ലേ. ഇതൊക്കെ അതിൻ്റെ കളേഴ്സ് ബ്ലൂ, പീച്ച്, വേറെ കളേഴ്സ് വരുന്നുണ്ട്. ഇത് നെറ്റൊക്കെ പിടിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 2 ലെയർ നെറ്റ് ഉണ്ടാവും. 1, 2, അതിൻ്റെ ഇടയിൽ ക്രേപ്പ്, അതിൻ്റെ ഇടയിൽ കോട്ടൺ ലൈനിങ്, അങ്ങനെ 4 ലെയറും ഉള്ളിലും നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഇങ്ങനെ ഇടണ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ കുട്ടികൾ ഇടണ കാണുമ്പോൾ പിന്നെ പറയേ വേണ്ട. പിന്നെ വരുന്ന വെറൈറ്റീസ് കേട്ടോ, സട്ടലായിട്ടുള്ളൊരു ഷെയ്ഡാണ്. അങ്ങനെ ഭയങ്കര ജിഗ്ജാക്ക് മോഡലല്ല. അങ്ങനത്തെ വെറൈറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട്. ഇതിപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഒരു മോഡൽ തന്നെ ഫസ്റ്റിൽ ഇഷ്ടപ്പെട്ട ഒരു മോഡൽ. അതിൻ്റെ കളർ ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കളേഴ്സാണ് കേട്ടോ വരുന്നത്. കളേഴ്സ് ഇവിടെ നിന്ന് ഇങ്ങനെ ഓടിപ്പിച്ച് നോക്കി കഴിഞ്ഞാൽ കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഇതിൻ്റെ കളേഴ്സാണ് വരുന്നത്. ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ. നല്ല ടൈപ്പ് മെറ്റീരിയൽ അല്ലേ അത്. ഇത് പിന്നെ ഒരു ലേസിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് സ്ലീവാണ് ഭയങ്കര ഇഷ്ടമായത്. പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് എലാസ്റ്റിക്കിന്റെ കാര്യം. എലാസ്റ്റിക് ടൈറ്റ് ആവാനും പാടില്ല കുട്ടികൾക്ക് എന്ന് വെച്ചാൽ ആ ഒരു ബ്ലഡ് സർക്കുലേഷന് വേണ്ടി. അപ്പൊ ഇതും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, അതും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് കേട്ടോ. ഇത് ഈ ഒരു ഡിസൈനിലാണ് വരുന്നത്. ബാക്ക് ലുക്കാണ് ഈ കാണുന്നത്. ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും കളർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല മറൂൺ ഷെയ്ഡിലൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ലേസ് പാറ്റേണിൽ, കോട്ടണിൽ ലേസിൻ്റെ പാറ്റേണിലാണ് വരുന്നത്. കുട്ടികൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ വിചാരിക്കും കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എന്തോരം വെറൈറ്റീസാണെന്നറിയോ. കുട്ടികളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു സെൽഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയലിന്. അതുപോലെ നെറ്റ് എപ്പോഴും കോമൺ ആയിട്ട് വരും അല്ലേ. കോമൺ ഒരു ഭംഗി ഉണ്ടാവില്ല. പാറ്റേൺ മാറും. അതിൽ തന്നെ ബ്ലാക്ക് കണ്ടത് കളർ ചേഞ്ചസ് ആണ് വരുന്നത്. അതുപോലെ നേരത്തെ ഒരു ടൈ മോഡലാണ്. നേരത്തെ നമ്മളൊരു കണ്ട് ഹാപ്പി ഓണം എന്ന് പറഞ്ഞിട്ട് ഇത് വന്നപ്പോൾ ടാഗ് മാറിയിട്ടോ കണ്ടോ. ഇതിൽ വന്നപ്പോൾ ബൂൺ കിഡ്സ് എന്തായാലും ഇതിന്റെ മീനിങ് എന്താണ്? ബൂൺ എന്ന് പറഞ്ഞാൽ
മനസ്സിന് ചേർന്നിട്ടുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സ് അതാണല്ലേ ആ മനസ്സിനിണങ്ങിയ ഉടുപ്പ്. അതൊക്കെ എവിടെ കിട്ടും? ബൂൺ കിഡ്സില്, നമ്മുടെ കോതമംഗലത്ത് കേട്ടോ. ഇതെവിടെ ഇരിക്കണ്ടേ മുകളിൽ. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് കേട്ടോ ഈ ഫുൾ കാണുന്നത്. കളക്ഷൻസിന് ഒരു കുറവുമില്ല, ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഈ ഒരു കളക്ഷൻ മാത്രമല്ല കേട്ടോ, നമുക്ക് ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയും മൊത്തം വെറൈറ്റീസ് ആണ് വരുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ സൈഡ് എന്താ വരുന്നത്? ക്രോപ്പ് ടോപ്പാ. ഈ സൈഡിൽ ഇതൊരു ടോപ്പാണ്. ഇത് നമ്മൾ 4 to 8 ഇയറിന്റെ ഒരെണ്ണം ട്രൈ ചെയ്തതാണ്. പ്രൊഡക്ഷനിലേക്ക് ഫുൾ സ്വിംഗ് പ്രൊഡക്ഷനിലേക്ക് ആയിട്ടില്ല, കാരണം നമ്മൾ 6 ഇയർ വരെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അടുത്ത ഏജ് കാറ്റഗറിയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. ശ്രമം വിജയിക്കട്ടെ. ബെസ്റ്റ് വിഷസ്. അപ്പോൾ എന്തായാലും അത് സാധിക്കും, കാരണം ഇതിന്റെ ക്വാളിറ്റിയും നല്ലതാണ്, പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. അപ്പോൾ ജീൻസിനൊക്കെ നമുക്ക് ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻ. 5 പീസിന്റെ ഒരു സെറ്റാണ് വരുന്നത്. അപ്പോൾ ടോപ്പിൽ ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ? അതും പിന്നെ ഈ ഒരു മോഡലും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്രോപ്പ് ടോപ്പാണ്. ഇത് ഇത്തിരി ഇറങ്ങി കിടക്കുന്ന മോഡൽ. ഒരു പെപ്ലം ടോപ്പ് പോലെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും കേട്ടോ. ഇതിൽ ഒരു ഫ്രില്ല് ടൈപ്പ് ആയിട്ട് വെച്ചിട്ടുള്ളത്. അത് അങ്ങനത്തെ 5 പീസിന്റെ തന്നെ അല്ലേ? 2 അംബ്രേല സ്ലീവ് ആണ്. ശരിക്കും ഇങ്ങനെ എടുത്താൽ അത് കാണാൻ പറ്റുള്ളൂ. കണ്ടോ, ഒരു അംബ്രേല സ്ലീവ് ആണ്. അതും 2 സ്റ്റെപ്പ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ അംബ്രേല സ്ലീവ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാണുമ്പോൾ ഒരു ഇട്ട് വരുമ്പോൾ അത് അംബ്രേല പോലെ ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ അംബ്രേല കട്ടല്ല. അങ്ങനെ ഒരു ഫീലിംഗ് ആണ്. പിന്നെ വരുന്നത് നല്ലൊരു പോപ്കോൺ മെറ്റീരിയൽ, നല്ലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ ഒരു ഫ്രോക്ക്, സിമ്പിളായി. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ പിള്ളേരിലേക്ക് കടന്നു കേട്ടോ. ആ 2 ഇത് മാത്രം നമ്മൾ 8 ഇയേഴ്സിൻ്റെ ഒരു ട്രൈ ചെയ്ത്. എന്തായാലും ഇനിയും മുന്നോട്ട് ഇനിയും കൂടുതൽ വർക്കുകൾ ചെയ്യട്ടെ, കാണട്ടെ. ഞങ്ങൾക്കൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് വന്നോടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ ഡയറക്റ്റ് ഫാക്ടറിയിലേക്ക് എന്ന് പറയില്ല, അല്ലെങ്കിൽ മാനുഫാക്ചർ സ്ഥലത്തേക്ക് കിഡ്സിൻ്റെ മാത്രമായിട്ട് വന്നത്. അപ്പോൾ എത്ര ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്? 8 വർഷം പിടിച്ച് നിൽക്കണ്ടേ? നോർമലി പൊട്ട ക്വാളിറ്റി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ 1 വർഷം ആകുമ്പോഴേക്കും ഇത് പൂട്ടി പോയിട്ടുണ്ടാവും. അപ്പോൾ 8 വർഷത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളത് കൊടുക്കുന്നത് കൊണ്ട് നല്ല ഇനിയും മുന്നോട്ട് ഇങ്ങനെ കൊല്ലങ്ങൾ പോട്ടെ, പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് ഫ്രോക്ക് അല്ലാന്ന് തോന്നുന്നു, ലെഹങ്ക ടോപ്പും തന്നെയാണ്. നെറ്റിന്റെ സ്കർട്ട്, അതായത് ഫുൾ ലെങ്ത് സ്കർട്ട് വരുന്ന മോഡൽ നെറ്റിന്റെ നമ്മളൊന്ന് ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് സ്കേർട്ടും ടോപ്പായിട്ടുള്ള ക്രോപ്പ് ടോപ്പ് ടൈപ്പ് ആയിട്ടുള്ള അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൽ മെറ്റീരിയൽ വേറെ മുകളിൽ ഡിഫറെൻ്റ് ആയിട്ട് വരും, അടിയിൽ വരുമ്പോൾ നെറ്റിൻ്റെ. ഇതിനും ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ടോ? ഇഷ്ടം പോലെ. എന്തായാലും വെബ്സൈറ്റ് ഒന്ന് കയറി നോക്കണമെന്നുണ്ട്. ഞാൻ വെബ്സൈറ്റ് കയറി നോക്കാനായിട്ട് വിട്ടുപോയി സത്യം പറഞ്ഞാൽ. അതിലും നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇത് വരുമ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി നെറ്റാണ് ഫാബ്രിക് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ളത്, നമുക്ക് എപ്പോഴും ഡെയിലി വെയർ പോലെ നമുക്ക് യൂസ് ചെയ്യാം. ഡെയിലി വെയർ മീൻസ് കുട്ടികൾക്ക് പുറത്തേക്ക് പോവുക, അംഗനവാടി പോവുക, അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ. മറ്റേതൊക്കെ എന്ന് പറയുമ്പോൾ അംഗനവാടി അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു ഫംഗ്ഷന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതിന്. അതുപോലെ റേറ്റ് നോക്കുകയാണെങ്കിൽ അഫോർഡബിൾ ആണ് അല്ലേ? അഫോർഡബിൾ റേഞ്ചിലാണ്. എടുത്തു. ഇത് ഒരു സ്ലീവ്ലെസ് മോഡലാണ് ഇതിനകത്ത് വരുന്നത്. അതിന്റെ കളർ ചേഞ്ച് ആണ് ഈ മുകളിലിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിന് ഇവിടെ നമ്മൾ എലാസ്റ്റിക് ആണ് കൊടുക്കുന്നത്. യോക്ക് പാർട്ടിൽ ഇവിടെ എലാസ്റ്റിക് ആണ്, അപ്പോൾ അതുകൊണ്ട് വള്ളി കൊടുത്തിട്ടില്ല. പിന്നെ ഈ എലാസ്റ്റിക് ഒക്കെ ഭയങ്കര സോഫ്റ്റ് കേട്ടോ. എലാസ്റ്റിക് സോഫ്റ്റ് ആണ് കുട്ടികൾക്ക് ആയതുകൊണ്ട് തന്നെ. എലാസ്റ്റിക് തന്നെയല്ല, മുകളിലത്തെ തുണിയും നല്ല സോഫ്റ്റ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. ഒക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഫാബ്രിക്കും നിങ്ങൾ തന്നെ ചെയ്യുന്നതല്ലേ? എടുക്കുന്നത് നമ്മൾ പറഞ്ഞ ഡിസൈനിൽ നമ്മൾ ചെയ്യിപ്പിച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതൊരു കോട്ട് സെറ്റ് ആണെന്ന് തോന്നുന്നു. ഷർട്ട് മാത്രമേ ഉള്ളൂ, അടിയിലേക്ക് പാൻറ് ഇല്ല. പാൻറ് ഇനി വരും അടുത്ത പ്രാവശ്യം എന്തായാലും നമുക്ക് കാണാം. ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. പഫ് സ്ലീവ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നടുക്കിലൊരു ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്, ഷോ ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. എന്ത് പറഞ്ഞാലും ഒക്കെ നമുക്ക് 5 പീസിൻ്റെ ഒരു സെറ്റായിട്ട് തന്നെ എടുക്കണം. പിന്നെ കുറേ നല്ല ഫാൻസി ആയിട്ടുള്ള നല്ല ഉടുപ്പുകൾ. ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ്. സ്കേർട്ടും ടോപ്പുമാണ് ഈ മോഡൽ വരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 5 ഇയർ ഏജ് കാറ്റഗറിയാണ് വരുന്നത്. ഈ സ്കേർട്ടൊന്നും എനിക്ക് എടുത്ത് കാണണമെന്നുണ്ട്, കാരണം അത് പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്, ആ ഒരു ഫീലിംഗ് നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. ഇത് കാലകാലമായിട്ട് നമ്മൾ കാണുന്ന ഒരു മോഡലാണ് ഈ ഒരു മോഡൽ. പക്ഷേ എപ്പോഴും ട്രെൻഡി ആണ്. അതിൽ ക്വാളിറ്റിയും നല്ല ഫാബ്രിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ ഈ ബനിയന്റെ ടോപ്പാണ്, പക്ഷേ ഈ ബനിയന്റെ ഈ ടോപ്പിന്റെ പാറ്റേൺ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നുണ്ട്. ഇത് മുകളിലത്തെ പോർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. അത് തന്നെ അവിടെ കാണിച്ചില്ല. ഇതും സെയിം മോഡൽ തന്നെയാണ്, പക്ഷേ ഇതിന്റെ ടോപ്പ് കണ്ടോ? അതെ, ടോപ്പ് ഇത് ഒരു എംബ്രോയിഡറി മോഡലാണ്. ഇത് എംബ്രോയിഡറിയുടെ ചെയ്തു. ഇതാകുമ്പോൾ നമുക്കൊരു ഡംഗ്രീര ഒരു സ്റ്റൈലിൽ കൊടുത്തിട്ടു. അങ്ങനെ ഓരോന്ന് മാറ്റങ്ങൾ വരുത്തൂല. വേറെ ഒരു മോഡലും. ഓ, എൻ്റെ ഇഷ്ടപ്പെട്ട കളറ് മഞ്ഞ കണ്ടോ?
നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതൊക്കെ കുട്ടികൾക്ക് ആ ഒരു കളർഫുൾ ആയിട്ട് ഇട്ട് വരുമ്പോൾ തന്നെ. ഇത് ഷോർട്ട് സ്കേർട്ട് ആണ്, അപ്പൊ അതുകൊണ്ട് പിള്ളേർ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും, ചെറിയ കുട്ടികളൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. ഭംഗിയാണ്. അതും ഇത് ഫുൾ 5 പീസിന്റെ ഒരു സെറ്റ് തന്നെയാണ് എടുക്കേണ്ടത്. ഇനി റേറ്റ് ഒക്കെ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, അത്രയും അഫോർഡബിൾ റേഞ്ചാണ്. പക്ഷെ പറയാൻ പറ്റില്ല, റീറ്റെയിൽക്കാർ വന്ന് തന്നെ പിടിച്ചടിക്കും. കാരണം അവർക്ക് മാർജിൻ ഇട്ട് വിൽക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ വിൽക്കണ സമയത്ത് മാർജിൻ കൂട്ടി വിൽക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് ഓപ്പൺ ആയിട്ട് പറയാത്തത്. എന്തായാലും നല്ല റീസണബിൾ അഫോർഡബിൾ റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ് ഇവിടെ മൊത്തം ഇരിക്കുന്നത്. ഇനി സ്കേർട്ടിൽ നോക്കുകയാണെങ്കിൽ സ്കേർട്ടിൽ തന്നെ വെറൈറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പം നമ്മൾ നെറ്റിൻ്റെ ആണ് കണ്ടതെന്ന് വെച്ചാൽ ഇതാവുമ്പോൾ വേറൊരു ഫാബ്രിക്കാണ് വരുന്നത് അല്ലേ. ഇത് സ്കേർട്ട്, ഇതൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് വരുന്നത്. ഓ ഓക്കെ, അങ്ങനെ ചില മാറ്റങ്ങളുണ്ട്. അങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ ഇത് വരുമ്പോൾ നമുക്ക് ആ ക്രഷ് മോഡൽ, ഇത് ഒരു ക്രോപ്പ് ടോപ്പ് മോഡൽ വരുന്ന ഒരു സാധനമാണ്. സ്കേർട്ട് വരുന്നത് ഡബിൾ ടയർ ആയിട്ട് വരുന്നത് അല്ലേ, അത് ജോർജറ്റിന്റെ ഷിഫോൺ ടൈപ്പ് മോഡൽ വരുന്നത്. ഷിഫോണിന്റെ ക്ലോത്ത് ആണ് നമുക്ക് സ്കേർട്ടിൽ കൊടുത്തിരിക്കുന്നത്, ഡബിൾ ടയറിൽ. അതിൽ വരുന്ന നമുക്ക് ക്രോപ്പ് ടോപ്പ് വരുന്നത് ഒരു ക്രഷ് മെറ്റീരിയലാണ്. ബാക്കിലാണ് ഇതിന്റെ ഹുക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലും കളേഴ്സ് ഉണ്ട് കേട്ടോ. കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് കളേഴ്സ് വരുന്നത്. വേറൊരു മോഡലാണ്. ഇതും വേറെ മോഡലാണോ? ഓ കണ്ടോ, ഇത് വന്നപ്പോൾ ക്രഷ് തന്നെ മെറ്റീരിയൽ, അതിൽ ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ വരുമ്പോൾ അച്ഛാ, ഓ ഇത് നീയുടെ മുകളിൽ നിൽക്കണത്. ഓക്കെ, അങ്ങനെ വ്യത്യാസങ്ങളുണ്ടല്ലോ, കുറച്ച് മാറ്റങ്ങൾ ഇതാ. അപ്പോൾ നീയുടെ മുകളിലുള്ളത് ഇത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, നീയുടെ അടിയിലേക്ക് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത് കളർ മാറ്റമല്ല, അതിൻ്റെ പാറ്റേൺ തന്നെ മൊത്തത്തിൽ മാറിപ്പോയി. അങ്ങനത്തെ വെറൈറ്റീസ് ഉണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രോക്ക് ഐറ്റംസ് ആണ്. ഇത് നമ്മൾ ആദ്യം കണ്ട നെറ്റിന്റെ വേറൊരു മോഡൽ, കുറച്ച് സ്ലീവ് ഫുൾ സ്ലീവ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ചിലർക്ക് ഫുൾ സ്ലീവ് വേണമെന്ന് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫുൾ സ്ലീവ് നമ്മൾ അങ്ങനെ ഒരുക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഫുൾ സ്ലീവിൽ ഇതിൻ്റെ കളേഴ്സ് ആണ് ഇതിൻ്റെ ബാക്കിൽ മൊത്തം ഇരിക്കുന്നത്. ഇത് വീഡിയോ കോളിൽ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കളേഴ്സ് ഡീറ്റെയിൽസ് എല്ലാം അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓ സോറി, ഹാങ് ചെയ്തപ്പോൾ സോറി. ഇതൊന്ന് അത് ഒരു സ്ലീവ്ലെസ് മോഡലാണ്. സ്ലീവ്ലെസ് നടുക്കൊരു വുഡൻ ബട്ടണൊക്കെ കൊടുത്ത് ഒരു ഷോ ബട്ടണൊക്കെ കൊടുത്ത് ഉള്ളൊരു മോഡലാണ്. ഓക്കെ, അപ്പോൾ ഇത് എലാസ്റ്റിക് ആണ് ഇവിടെ ഷോൾഡറിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ സ്ട്രെച്ച് ആയിട്ട് കറക്റ്റ് ആയിട്ട് കൊടുക്കൂല. കളർ ചേഞ്ചുകളാണ് കാണുന്നത്, കളർ ഓപ്ഷൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. അതിൻ്റെ നല്ല ഡാർക്ക് പേസ്റ്റൽ ഷെയ്ഡ് അങ്ങനത്തെ കളേഴ്സൊക്കെ വരുന്നുണ്ട്. ഇത് കൂടാണ്ട് ഇവിടെ കുറേ നല്ല ഇമ്പോർട്ടൻ്റ്, ഇതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത്. എനിക്ക് കണ്ടപ്പോഴേക്കും വേഗം ഇഷ്ടപ്പെട്ട് ഞാൻ ഓടി പറഞ്ഞ് വന്നത് ഇങ്ങടെ കേട്ടോ. നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് വരുന്നത്. ഇതൊന്നും ഉള്ളു വെച്ചോ, നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് ഇത് വരുന്നത്. ഇതിനും നല്ല കളേഴ്സ് വരുന്നുണ്ട്. നല്ല പിങ്ക് കളറുണ്ട്, ഗ്രീൻ കളറുണ്ട്, നല്ല വെറൈറ്റി കളേഴ്സാണ് കേട്ടോ. കണ്ടോ, അതും നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു സംശയമില്ല, നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് വരുന്നത്. പിന്നെ വരുന്ന ഇതിന്റെ കളേഴ്സാണ് ഇത്. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോൾ പാറ്റേൺ മാറി, ചെറിയ മാറ്റം വന്നു. അപ്പൊ അതിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഒരു സ്ലീവ് പോലെയായിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇതിങ്ങനെ ഒരു അറ്റാച്ച്ഡ് ആയിട്ട്, പിന്നെ അതിന്റെ നെക്കിന് വ്യത്യാസമുണ്ട്. അതെ, അങ്ങനെയുള്ള ഓരോരോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ആക്കിയിട്ട് കുട്ടികൾക്ക് എന്തായാലും അടിച്ചു പൊളിക്കാനായിട്ട് വെറൈറ്റീസ് ഒക്കെ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ കളേഴ്സ് യെല്ലോ, അടിപൊളി ഒരു ഷെയ്ഡ് കേട്ടോ. യെല്ലോ ഇപ്പൊ കൂടുതൽ പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെയാ പോണല്ലേ കുട്ടികൾക്ക്. മറ്റേതൊക്കെ ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ പച്ച, ചുവപ്പ്, മഞ്ഞ, അങ്ങനെ ഭയങ്കര നമ്മൾ കൂടുതലും കുട്ടികൾക്ക് ഒത്തിരി വല്ലാണ്ട് അടിച്ച കളേഴ്സ് കൊടുക്കുന്നില്ല. ഡാർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും തന്നെ ചില കളേഴ്സ് ഒക്കെ ഡാർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുണ്ട്, അപ്പൊ ഈ വൈൻ റെഡ് ഇത് ഇത്തിരി ഡാർക്കാണ്. പക്ഷെ എന്നിരുന്നതിന് ബാക്കിയുള്ള ഷെയ്ഡുകളൊക്കെ വരുമ്പോൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ഷെയ്ഡുകളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഒരു മോഡൽ തന്നെയല്ല, അതിന്റെ കളേഴ്സ് ആണല്ലേ. നേരത്തെ നമ്മൾ അവിടെ ഫസ്റ്റ് കണ്ടില്ലേ, അതിന്റെ കളർ ഓപ്ഷൻസ് ആണ് കേട്ടോ ഈ ഫുള്ള് കാണുന്നത്. കണ്ടോ, ഇത് ഫുൾ അതിന്റെ കളർ ഓപ്ഷൻസാണ് വരുന്നത്. ഇതിൽ വരുമ്പോൾ നമുക്കൊരു ഒരു ഫ്രിൽ ടൈപ്പ്, ഇത് എന്തൊരു മാറ്റം ഉണ്ടല്ലോ, വൺ സൈഡ് ഷോൾഡർ പോലെ എന്നാൽ ലാസ്റ്റിക്കും ഉണ്ട് താനോ. അങ്ങനെ ഇതും ഒരു ഫ്ലാപ്പ് ടൈപ്പ് ആയിട്ട് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൂപ്പർ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതിങ്ങനെ പിടിക്കുമ്പോഴൊക്കെ എന്താ പറയാ, പഞ്ഞി പിടിക്കുന്നേക്കാളും സോഫ്റ്റ്. പിള്ളേർക്ക് അപ്പൊ ശരിക്കും നമ്മൾ പിള്ളേരെ പിടിക്കില്ലേ, അതിനേക്കാളും സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊക്കെ പിടിക്കുമ്പോൾ തന്നെ. വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. എന്തായാലും വെറൈറ്റിക്കൊന്നും ഒരു കുറവുമില്ല, അതിന്റെ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഇഷ്ടം ഇതല്ലേ, കാഷ്വൽ വെയറിൽ തന്നെ നമുക്ക് ഇതിലും കളേഴ്സ് വരുന്നുണ്ട്. ഇതിന്റെ കളർ ഓപ്ഷൻസ് ആണ് ഇത് വരുന്നത്. 4 പീസ് 5 പീസിന്റെ സെറ്റൊക്കെ ആയിട്ട് വരാം. അത് ഏജ് അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ വരുന്നത്. ഇത് ലെയർ ഫ്രോക്ക് ആണ് വരുന്നത്. ഇതിലൊരാൾ ഇവിടെ ഒളിഞ്ഞു നോക്കണ്ടല്ലോ.
ഇത് നമുക്ക് ജസ്റ്റ് ഷോൾഡറിൽ കെട്ടുന്ന രീതിയിൽ ഓക്കെ ഡ്രോ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട് കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ സ്ലീവ് ഉണ്ടാവില്ല, ജസ്റ്റ് സിമ്പിളായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു സമ്മറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ 365 ഡേയ്സ് എപ്പോഴും ഇങ്ങനെ കളക്ഷൻസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഫ്രോക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തിരി ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓ ഇതിന്റെ ഇടയിൽ ഒരു 3/4 ലെഗിൻസ് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ടോപ്പ് ആയിട്ട് യൂസ് അപ്പൊ ഐഡിയ മനസ്സിലായില്ലേ? അപ്പൊ എന്തായാലും 2 in 1 ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിന്റെയും കളേഴ്സ് ഉണ്ട് അല്ലേ? പ്രിന്റുകൾ വരുന്നുണ്ട്. ഇതാ ഇതൊക്കെ അതിന്റെ പ്രിന്റുകളാണ്. ഇത് അതിന്റെ വേറൊരു മോഡലാണ്. ഇത് ഫുൾ വീവിങ് ആണ് കേട്ടോ. ഇത് നല്ല ഒരു കാണുമ്പോൾ തന്നെ ആ ഒരു വിവിങ്, പക്ഷെ എല്ലാതും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, ആ ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. എല്ലാതും ഈ ഒരു സെപ്പറേറ്റ് ഹാങ്കറിൽ സെപ്പറേറ്റ് പാക്കിങ്ങിലായിട്ടായിരിക്കും കിട്ടുക. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കടയിലേക്ക് ഇടുമ്പോൾ തന്നെ ഡിസ്പ്ലേ വരുമ്പോൾ തന്നെ ഒരു പൊടി പിടിക്കുക അങ്ങനത്തെ പ്രശ്നം ഇതൊന്നും വരില്ല അല്ലേ? അതായത് നമ്മൾ ഹാങ്കർ പാക്ക് ആക്കിയതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഹാങ്കർ തപ്പുമോ അത് വേണ്ട, നേരെ ചെല്ലുക ഹാങ് ചെയ്യുക. ഇത് മടക്കാനും വേണ്ട, ഒന്നിനും വേണ്ട. മറ്റേതാകുമ്പോൾ വലിയ തുണിയാകുമ്പോൾ ഇങ്ങനെ വലിച്ചു വാരി ഇടുക, സാരി ആകുമ്പോൾ വലിച്ചു വാരി ഇട്ടിട്ട് കാണിച്ചു കൊടുക്കുക. ഇതാകുമ്പോൾ കുട്ടികളുടെ ഒരു കടയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് വെറുതെ ഇങ്ങനെ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇങ്ങനെ കണ്ടിട്ട് ആവശ്യം അനുസരിച്ചിട്ട് എടുത്ത് പോവല്ലേ വേണ്ടോ, സുഖമായിട്ട് സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതെന്താ ഇതിൽ കുട്ടികൾക്ക് പേഴ്സാ, കുട്ടികൾക്ക് ചെറിയ പൈസ കിട്ടുക വേണ്ടിയിട്ട് ചെറിയൊരു ബാഗ്, പോക്കറ്റ് മണി ഇപ്പൊ തന്നെ മേടിച്ച മക്കളെ. 1 to 5 year ആണ് ഇതിന്റെ ഇത് വരുന്നത്. അപ്പൊ അതിന് നമ്മൾ ചെറിയൊരു ബാഗും കൂടെ ആഡ് ചെയ്തു. ആ ഫ്രോക്കിന്റെ സെയിം മാച്ച് ചെയ്യുന്ന ചെറിയൊരു ബാഗ്, ഒരു ഡിഫറെന്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? അതിനും കളേഴ്സ് വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഫുൾ കളർ ഓപ്ഷൻസ് കണ്ടതാ. ഇതൊക്കെ ഇതിന് കളേഴ്സാ ഷെയ്ഡ്സാണ് വരുന്നത്. അത്രയും വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്, ഷെയ്ഡ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലാം കളറും ഒരുമിച്ച് എടുക്കണമെന്നില്ല, ബൾക്കായിട്ട്. അപ്പോൾ ഇനി ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതും ഒരു വെറൈറ്റി തന്നെ, കുഞ്ഞു കുട്ടികളുടെ 6 മാസത്തിൻ്റെ അല്ലേ, 6 മാസത്തിൻ്റെ. ഇതിൻ്റെ കളേഴ്സ് നോക്കുകയാണെങ്കിൽ നോക്കിയാൽ ഇത് ഫുള്ള് അതിൻ്റെ കളേഴ്സാണ് വരുന്നത്. ഇഷ്ടംപോലെ കളേഴ്സുകളുണ്ട് കേട്ടോ. ഒരു ഒറ്റ പാറ്റേണിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരു ടോപ്പാണ്, പെൺകുട്ടികളുടെ ഷർട്ട് മോഡൽ ടോപ്പാണ്. അതും ആ ഒരു ഇത് പഫിന്റെ സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് ഒരു 1 to 5 year ഏജ് കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഫ്രോക്ക് മാത്രമല്ല ഷർട്ടും ടോപ്പ് ക്രോപ്പ് ടോപ്പ് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? ഇതിന്റെ കളേഴ്സ് ഉണ്ട് കേട്ടോ. അതിന്റെ പ്രിന്റുകൾ വേറെ വേറെ പ്രിന്റുകളുണ്ട്. കാണുന്ന പ്രിന്റുകൾ ഇതൊക്കെ ഇതിൻ്റെ കളർ ഓപ്ഷൻസാണ് വരുന്നത്. അപ്പോൾ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയും കാണിക്കണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വന്ന് നോക്കിക്കോ. ഡയറക്റ്റ് വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് കൂടാണ്ട് നമുക്ക് ഇവർ യൂണിറ്റ് കണ്ടേ, പ്രൊഡക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, യൂണിറ്റ് കാണിച്ചില്ലേ? അപ്പോൾ ഈ ഒരു സംഭവം എന്താ, ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് ഒരു 3 piece മോഡലാണ്. അതായത് 3 പീസാ? 3 piece ആണ്. അതായത് ഒരു സ്കേർട്ടാണ്, അതിന്റെ മുകളിൽ ഒരു ടോപ്പ് ഉണ്ട്. ഓ ജാക്കറ്റ് അല്ലേ? ഷ്രഗ് ഉണ്ട്. ഓക്കെ, ഇത് ഉണ്ടെന്നുള്ളത് അത് ഡയറക്റ്റ് അതിൽ അറ്റാച്ച്ഡ് ആണെന്നാ ഞാൻ വിചാരിച്ചേ. ഓക്കെ, കുട്ടികൾക്ക് അപ്പോൾ സൈഡിൽ നിന്ന് വീഴില്ല, അതിന് വേണ്ടിയിട്ടും കറക്റ്റ് ആ ഒരു പക്ക സ്റ്റിച്ചിങ്ങോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്ന് വെച്ചാൽ അത് ഇവിടുന്ന് ബട്ടൺ കുട്ടികൾ ഊരിയാലും ഇത് ഇങ്ങോട്ട് വീണ് പോവില്ല കേട്ടോ. പല കുട്ടികൾക്കും ഒരു പ്രശ്നമുണ്ട്, ഈ ഷോൾഡറിലെ ഇതിന്റെ ലെങ്ത് പിള്ളേർ പല സൈസ് ആണല്ലോ, ചിലർക്ക് ഇത്തിരി വണ്ണം ഉണ്ടാവും, ഇത്തിരി വണ്ണം കുറഞ്ഞുണ്ടാവും, ഹൈറ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവർക്കൊന്നും ഈ സാധനം ചാടി പോകരുത്, വൃത്തിക്ക് കിടക്കണം. അതെ, അപ്പോൾ എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു. ഓവറോൾ 3 പീസിൻ്റെ ഒരു സെറ്റ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഡെനിമിൻ്റെ ജാക്കറ്റ് വേണമെങ്കിൽ അത് ഇടാം, അല്ലെങ്കിൽ ഇതിൻ്റെ ജാക്കറ്റ് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഇതന്നെ ഊരിയിട്ട് ഇത് രണ്ടായാലും കുട്ടികൾക്കല്ലേ, എങ്ങനെ പോയാലും അതെ ഐറ്റംസ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ഇങ്ങനെ ഓരോരോ പാക്കിംഗ് വെച്ചിട്ട് വീണ്ടും എടുത്ത് പറയാം, കൊറിയറായിട്ട് നമുക്ക് അയച്ചു തരുന്നതായിരിക്കും. ഹോൾസെയിലാണ്, അത് കൂടാണ്ട് റീറ്റെയിലും ഉണ്ട്. റീറ്റെയിൽ ആണെങ്കിൽ വെബ്സൈറ്റിൽ കയറി നോക്കണം. ഇനിയിപ്പോൾ ഈ പ്രൊഡക്ഷൻ നടക്കണതൊക്കെ എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. മുകളിലല്ലേ, പോയാലോ? മുകളിലാണ് ഇവരുടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് യൂണിറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അതും കിഡ്സിന്റെ യൂണിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നല്ല കുഞ്ഞു ഉടുപ്പുകളൊക്കെ തയ്ക്കുന്ന ഒരു സ്ഥലം അല്ലേ? അപ്പോൾ ഓരോരോ സെക്ഷനിൽ ഇവിടെ ചേച്ചി ഫ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, കയ്യിന്റെ പോർഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താഴെ വരുന്നില്ലേ, താഴെ ഫ്രോക്ക് കണ്ടില്ലായിരുന്നോ? അതെ അതെ അതെ, ഇപ്പൊ ഇങ്ങനെ അതെ അടിച്ചോണ്ടിരിക്കുന്നതാണ്. ചെറിയ ചെറിയ ഫ്രില്ലുകൾ അടിച്ച് നമ്മൾ ജോയിൻ ചെയ്ത് സെറ്റ് ചെയ്യണതാണ്. അതും ഫുൾ പെർഫെക്റ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ്. ആ സ്റ്റിച്ചിങ് കണ്ടോ, ബാക്കിൽ ഒരു തരി പോലും അങ്ങനെ വ്യത്യാസം കാണിക്കില്ല, എന്ന് വെച്ചാൽ തുണി പോലും പുറത്തേക്ക് കാണുന്നില്ല. അങ്ങനെയാണ് ഓരോരോ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുഞ്ഞു കുട്ടികളുടെ. അപ്പോൾ ഓരോരോ ഭാഗത്തും ഓരോരോ രീതിയിലാണ്. ഇത് ഇപ്പൊ നമ്മൾ താഴത്ത് കണ്ട ഒരു ഓർഗൻസയുടെ മറ്റേത് ഫ്രോക്കാണ് അല്ലേ? ഓക്കെ, ശരിക്കും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ആ ഒരു ഷോറൂമിൽ ഇരിക്കുന്ന ഭംഗി ഒരു ഭംഗി തന്നെയാണ് കേട്ടോ, വേറെ ഒരു ലുക്ക് തന്നെയാണ് വരുന്നത്.
പിന്നെ ഇവിടെയും കുറേ ബൾക്കായിട്ട് ഇങ്ങനെ തുണികളൊക്കെ കണ്ടോ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സ്റ്റൈൽ മോഡലാന്ന് തോന്നുന്നുണ്ട് അല്ലേ ഈ കാണുന്നത്? അതെ അതെ, ഇതിന്റെ നമ്മളിപ്പോ ഫിനിഷ് ആയ മോഡലാണ്. കളർ ചേഞ്ച് ആണ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചേച്ചിക്ക് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ഇരിക്കും എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ്. ഈ ഒരു ടോപ്പ് പോർഷൻ ഒന്ന് നോക്കാൻ പറ്റുമോ? അതൊക്കെടാ അതിൻ്റെ ഒരു കളർ ചേഞ്ച് കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്രില്ലിൻ്റെ പോർഷനാണ് ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ ഇവിടെ മെയിനായിട്ട് ഇവിടെ ഫാൻസി ഐറ്റംസ് കൂടുതൽ സ്റ്റിച്ച് ചെയ്യണമെന്ന് തോന്നുന്നത്. ഇവിടെ ഫാൻസി ഐറ്റംസ് ആണ് ചെയ്യുന്നത്. നമ്മൾ താഴെ കണ്ട ഹെവി ഫാൻസി ഐറ്റംസ് ഇല്ലേ, അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ബോയ്സിൻ്റെ ഉണ്ടല്ലോ, ബോയ്സിന്റെ താഴെയുണ്ട്. അത് കൂടാതെ നമ്മൾ ഓണത്തിന്റെ സാധനങ്ങൾ അതിന് നമുക്ക് വേറെ യൂണിറ്റ് ഉണ്ട്, അവിടെയാണ് അതിന്റെ പ്രൊഡക്ഷൻസ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫാൻസി ഐറ്റംസ് മാത്രം സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ഏരിയ. അപ്പോൾ അതുപോലെ ബോയ്സിന്റെ ഉണ്ട്, ഓണത്തിന്റെ വേറെ സെപ്പറേറ്റ് യൂണിറ്റ് ഉണ്ട്, ഒക്കെ വേറെ വേറെ യൂണിറ്റാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിവിടെ എളുപ്പമായതുകൊണ്ട് ഞാനിവിടെ കയറി പോകുന്നു കേട്ടോ. ഇനി ബാക്കിയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടെ. ബാക്കി നോക്കാനൊന്നുമില്ല, ഈ സംഭവമൊക്കെ സാമ്പിളായിട്ട് അവിടെ താഴ്ത്തിയിരിക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും കളക്ഷൻസ്. അപ്പോൾ ഈ കാണുന്നത് മൊത്തം നമുക്ക് വരുന്നത് യൂണിറ്റാണ്, ഫാൻസി യൂണിറ്റ്. ഇവിടെ എനിക്ക് തോന്നുന്നു ആ സ്കേർട്ട് തയ്ച്ച് വെച്ചതിൻ്റെ ഫുൾ പോർഷനാണ് അല്ലേ ഇത്? ചെയ്ത് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അവിടെ ആ ചേച്ചിമാർ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരാൾ ബിസിയാണ്, ഈ സ്കാലപ്പ് റെഡിയാക്കിയോണ്ട് ട്രിം ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ചേച്ചി നടന്നോട്ടെ. അപ്പോൾ നമുക്ക് താഴത്ത് പോയിട്ട് എനിക്ക് ആൺകുട്ടികളുടെയും കൂടി കാണാനുണ്ട്. ടീഷർട്ട് ഒന്നും നമ്മൾ കാണിച്ചിട്ടില്ല. ഇനി ഇതൊക്കെ മൊത്തം പെൺകുട്ടികളുടെ മാത്രം കാണിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ആൺകുട്ടികളുടെ സെക്ഷനിലേക്ക് പോയാലോ? വരും. ആൺകുട്ടികളുടെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ട് അല്ലേ. ഈ ഒരു ഫുൾ കൗണ്ടർ അവരുടെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫുൾ ഷർട്ട്സ്, ഷർട്ട് പിന്നെ എന്തിനാ ഷോർട്സ് അങ്ങനത്തെ സംഭവം എല്ലാം കിട്ടുന്നുണ്ട് തോന്നുന്നുണ്ട്. ടീഷർട്ട് ഉണ്ട്, ഷോർട്സ് ഉണ്ട്, ഡെനിം ഷർട്ട് ഉണ്ട്. അത് എത്ര ഏജ് വരയ്ക്ക്? അത് 1 to 5 year. ഒക്കെ 5 വയസ്സുള്ളൂ അല്ലേ. എൻ്റെ പിള്ളേരൊക്കെ 10 വയസ്സ് 12 വയസ്സ് 15 വയസ്സ് അവരൊക്കെ കാണുമ്പോൾ വിഷമിക്കില്ലേ? നമുക്ക് പതിയെ അടുത്ത ഏജ് കാറ്റഗറിയിലേക്ക് കയറാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇത് വലിയ പിള്ളേർ അവിടെ ഇരുന്ന് കാണണ്ടേ, അവർക്കൊക്കെ ആകെ വിഷമമായ ഞങ്ങൾക്കുള്ളതില്ലല്ലോ ഇത്ര നല്ല ക്വാളിറ്റികളത്. അപ്പം നമുക്ക് പറയാട്ടോ, ഇനി തൊട്ട് 10 വയസ്സ് 15 വയസ്സ് വരെയൊക്കെയുള്ള പ്രൊഡക്ഷൻ ഇനിയും മുന്നോട്ട് കയറി പോട്ടെ എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ എന്തായാലും പക്ഷേ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളും കുഞ്ഞു കുഞ്ഞു ഷർട്ടുകളൊക്കെ കാണുമ്പോൾ ഒരു രസം വേറെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇതിപ്പോ 6 month to 3 year ഹാഫ് സ്ലീവ് ഷർട്ടാണ് മോഡൽ. മെറ്റീരിയൽ നമ്മുടെ ഐറ്റത്തിന്റെ ഒക്കെ പറയുന്ന മെറ്റീരിയലാണ് ഹൈലൈറ്റ് പറയുന്നത്. അത് നല്ല മെറ്റീരിയൽ ആയിരിക്കും, പിള്ളേർക്ക് ഇടാൻ നല്ല കംഫർട്ട് ആയിരിക്കും. ഇത് ഓക്സ്ഫോർഡ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇതൊരു ഡബിൾ ഷെയ്ഡിലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഐറ്റമാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് 6 month വരുന്നുണ്ട്. അതിൻ്റെ തന്നെ സൈസ് ഞാൻ കാണിക്കുകയാണ്. ഇത് വരുമ്പോൾ 1 0 to 6, 6 to 12, 12 to 18, 18 to 24, 24 to 36. അപ്പോൾ ഇതാണ് ലാസ്റ്റ് സൈസ്. 3 വയസ്സ്. ഓക്കെ, അപ്പോൾ ഇത് 5 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇങ്ങനെ ഒരു സെറ്റ് കംപ്ലീറ്റ് പാക്ക് തന്നെ നമുക്ക് എടുക്കേണ്ടി വരും, ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ റീറ്റെയിൽ ആണെങ്കിൽ വെബ്സൈറ്റിൽ കയറി നോക്കിക്കോ. അതിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് ലുക്ക് ആയിട്ടുള്ളത് വേറെ മോഡലുണ്ട്. ഇതും കോട്ടൺ ആണ്, ഓക്സ്ഫോർഡ് കോട്ടൺ. അതിൻ്റെ കളർ ചേഞ്ചുകളാണ്. ഇതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ, പാറ്റേൺ സെയിം തന്നെയാണ്, കളർ ചേഞ്ച് ഉണ്ട്. ഒരേ പാറ്റേണിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ എടുക്കുമ്പോൾ 5 എണ്ണത്തിൻ്റെ സെറ്റായിട്ട് തന്നെ എടുക്കണം. ഇതൊക്കെ നല്ല ഭംഗിയുള്ള പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ കുട്ടികൾക്കൊക്കെ ആ ഒരു നേരത്തെ ഒരു ഉടുപ്പ് കാണിച്ചില്ലേ പെൺകുട്ടിക്ക്. അപ്പോൾ വീട്ടിലിരുന്ന് ആലോചിക്കുന്നുണ്ടാവും എൻ്റെ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇതുപോലെ അമ്മമാരും അങ്ങനെ ചിന്തിക്കണം, മാച്ച് ചെയ്യുന്ന ടൈപ്പ് അങ്ങനത്തെ ഉണ്ട്. പക്ഷേ റീറ്റെയിലായിട്ട് ഉണ്ട്, ഹോൾസെയിലും ഉണ്ട്. ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ അതിന് റേറ്റ് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ, നല്ല മാറ്റം വരും. അപ്പോൾ റീറ്റെയിൽ നമുക്ക് എടുക്കാനും ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. കാരണം കുറേ പേര് പരാതി പറയും, ചേച്ചി ഇപ്പോൾ ഹോൾസെയിലാണ് കാണിക്കുന്നത്, ഇത്രയും നല്ല നല്ല കളക്ഷൻ എന്തുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് തന്നുകൂടെയെന്ന്. അപ്പോൾ ഹോൾസെയിലാണിത്. എന്താ നല്ല ഭംഗിയുള്ള വൈറ്റ് ഉണ്ട്. വൈറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പാക്കിങ് ഞാൻ വിട്ടിട്ടില്ല. പിന്നെ പാക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ഒക്കെ നല്ല പക്ക ക്വാളിറ്റിയിലും പക്ക പാക്കിങ്ങിനോട് കൂടിയിട്ട് തന്നെയാണ് വരുന്നത്. ഇതിനും കളർ ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കാണിച്ചത് മൊത്തം ഷർട്ട് 5 വയസ്സ് വരെയൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. 6 വയസ്സില്ല, 5 വയസ്സ് വരെ കേട്ടോ. ഒരു വിഷമം. പിന്നെ വരുന്നത് ടീഷർട്ട് കാണിച്ചില്ലല്ലോ. പിന്നെ അതും സെറ്റ് തന്നെ എടുക്കണം. എല്ലാം സെറ്റാണ്, ഒരു സംശയമില്ല കേട്ടോ. എല്ലാം സെറ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്, അതായത് അസോർട്ടഡ് പീസുകൾ സെറ്റുകൾ കാര്യങ്ങളൊന്നുമില്ല. ഓരോ ഇതിൽ തന്നെ സൈസസ് വ്യത്യാസമായിട്ട് നമുക്ക് വരും കേട്ടോ. അത് ഒരു സൈസിന് ഒരു പീസ് ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പോൾ ഇത് 5 വയസ്സിനാണെങ്കിൽ 5 വയസ്സിന്റെ ഒരു പീസ് ആയിരിക്കും ഉണ്ടാവുക.
അപ്പോൾ ഇത് ടീഷർട്ടിന്റെ മോഡൽ വരുന്നത്. ടീഷർട്ട് ഇതിന്റെ പല പ്രിന്റുകളാണ്. ടീഷർട്ട് നമുക്കിപ്പോൾ റൗണ്ട് നെക്ക് നോർമൽ ടീഷർട്ട്, അതിന്റെ പല പ്രിന്റുകൾ ഉണ്ടാവും, കളറുകൾ ഉണ്ടാവും. പിന്നെ റൗണ്ട് നെക്ക് ഉണ്ടാവും, കോളർ നെക്ക് ഉണ്ടാവും, അങ്ങനെ വ്യത്യാസങ്ങൾ വരും. അത് ഓരോരോ സമയത്ത് ഓരോരോ മാറ്റങ്ങൾ വരും, അപ്ഡേറ്റ് എപ്പോഴും ആയിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ ഷോർട്ട് സ്ലീവിൽ റൗണ്ട് നെക്ക് ആയിട്ട് വരുന്നത്. ഇതിലിപ്പോൾ എംബോസ് ആയിട്ട് വരുന്നത് ഉണ്ടാവും, പ്രിന്റിൽ വരുന്നുണ്ടാവും, എംബ്രോയിഡറിയിൽ വരും, അങ്ങനെ വ്യത്യാസങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് സൈസാണ് ഈ ഒരു സൈസ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ തന്നെ ഇനി ഫുൾ സ്ലീവ് നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. അതാകുമ്പോൾ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിരുന്നു, ഇത് കുറച്ച് കട്ടിയുണ്ട്, പക്ഷെ അതും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ. ഇതിൽ വരുമ്പോൾ ഫുൾ സ്ലീവ് ആണ് വരുന്നത് കേട്ടോ. ഫുൾ സ്ലീവും അതിൻ്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു പ്രിന്റ്. അതെ, അത് ഓരോന്നിനും പ്രിന്റുകൾ മാറ്റം വരും, എംബ്രോയിഡറി വരും, ചിലപ്പോൾ ഇതുപോലെ ചെറിയ ഫിറ്റിങ്ങുകൾ വരും. അതെ, അങ്ങനെയുള്ള മാറ്റങ്ങൾ എല്ലാ മോഡലും. ടീഷർട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നമുക്ക് പെൺകുട്ടികളുടെ പോലെ അങ്ങനെ കൂടുതൽ ഈ ആൺകുട്ടികളുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു കേസാണ്, ആൺകുട്ടികൾക്ക് ചെന്ന് കഴിഞ്ഞാൽ കളക്ഷൻ കുറവായിരിക്കും. കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ മാതിരി നമുക്ക് ഫ്രില്ല് വെക്കാനോ വേറെ ഓപ്ഷൻ വരുത്താനോ ഒന്നും ഇല്ലല്ലോ. എന്റെയും പരാതി ഇത് തന്നെയാണ്. എനിക്ക് 3 ആൺകുട്ടികളാണ്. അപ്പൊ ഈ ആൺകുട്ടികളുടെ കേസ് തന്നെയാ. അവർക്ക് എന്താ ഒന്നില്ലെങ്കിൽ ഷർട്ടും പാൻറ്, അല്ലെങ്കിൽ ട്രൗസർ, ഇതൊക്കെ തന്നെയാ, അല്ലെങ്കിൽ ടീഷർട്ട്. ഇതിനേലും അപ്പുറത്തേക്ക് നമുക്ക് കിടക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല. പക്ഷെ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ടീഷർട്ട് ഫുൾ സ്ലീവ് ഉണ്ട്, ഹാഫ് സ്ലീവ് ഉണ്ട്, പിന്നെ അതാ ഷർട്ടാ. ഇത് കോട്ട് സെറ്റ് വരുന്നത്. ആഹാ, ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള സംഭവം. ആഹാ, അതും പാക്കിംഗ് ഒന്ന് ശ്രദ്ധിച്ചോട്ടോ, നല്ല അടിപൊളി പാക്കിങ്ങിലാണ് ചെയ്യണത് തന്നെ, ഓരോ സെപ്പറേറ്റ് പാക്കിങ്ങും. അത് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലാണ് ഷർട്ട് വരുന്നത്. അതിൻ്റെ കോട്ട് സെറ്റ് ഇത് കണ്ടോ. ഇത് ട്രൗസർ. ഇത് കോട്ട് സെറ്റിൽ ഫുള്ളായിട്ട് പാൻറ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ട്രൗസർ ആയിട്ട് മാത്രം? അത് ഇടയ്ക്ക് നമ്മൾ പാൻറ് എടുക്കാറുണ്ട്, അത് മിക്സ് ആയിട്ട് അല്ലേ? മാറി മാറി ഒരേ സമയത്ത് ഓരോ ഇത് വരുന്നത്. ഇപ്രാവശ്യം വന്നത് ട്രൗസറാണ്. ഓക്കെ, എപ്പോഴും മാറിക്കൊണ്ടിരിക്കട്ടെ. അപ്പൊ അതിന്റെ വ്യത്യാസങ്ങളുണ്ട്. ഇതിനും കളർ ഓപ്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ എനിക്ക്? കളർ ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ നമ്മളിപ്പോൾ ഏത് മോഡൽ ഇറക്കിയാലും അതിന്റെ മിനിമം ഒരു 4 കളർ, 4 ടു മുകളിലേക്ക് കളറുകൾ ഉണ്ടാവും. ചിലത് 4 ഉണ്ടാവും, 6 ഉണ്ടാവും, 8 ഉണ്ടാവും. എന്തായാലും 4 കുറയില്ല. പക്ഷെ ഇത് സൈസസ് വരുമ്പോൾ നമുക്ക് 5 എണ്ണത്തിന്റെ സെറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇതാവുമ്പോൾ സെറ്റ് വരുന്നത് അതിൽ 6 മന്ത് 0 to 6, 6 to 12, 12 to 18, 18 to 24, 24 to 36. അങ്ങനെ സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ഇവിടെ കുറച്ച് വേറെ ടീഷർട്ട് ഇതൊക്കെ ഇരിക്കുന്ന ഇത് ടീഷർട്ടാണ്. ഷർട്ട് 1 to 5 ഇയറിന്റെ. നേരത്തെ കണ്ടത് ചെറിയ സൈസുകാർക്ക് 3 വയസ്സ് വരെ. ഇത് 1 to 5 ഇയറിന്റെ ഇതാണ് വരുന്നത് ഷർട്ടുകൾ അല്ലേ? ഫുൾ സ്ലീവ് ചൈനീസ് നെക്ക്. അപ്പം നെക്കുകളും മാറി മാറി നമുക്ക് കിട്ടും. ഇപ്പം ജസ്റ്റ് അവിടെ ഇരുന്ന് കണ്ടപ്പോൾ ഞാൻ അതൊന്ന് എടുത്ത് കാണിക്കാൻ പറഞ്ഞതാണ്. ഇതിപ്പോൾ നെക്ക് നമുക്ക് ചൈനീസ് വരുന്നുണ്ട്, കോളർ നെക്ക് വരുന്നുണ്ട്, നെക്കുകൾ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ മറ്റേ നെക്കിന് എന്തോ പറയൂല, വേറൊരു നെക്ക് വരുന്നില്ലേ നമുക്ക് സ്കൂട്ട് ടൈപ്പ് ആയിട്ടുള്ളത്, കോട്ടിന് യൂസ് ചെയ്യണത്, അതിനെന്തോ പറയൂട്ടോ, ഞാൻ പെട്ടെന്ന് മറന്നുപോയി, അത് ഓർമ്മ കിട്ടുന്നില്ല. ആ നെക്കും ഇങ്ങനെ പല മോഡൽസ് ഉണ്ട് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഷർട്ട് നോർമൽ കോളർ, ഡബിൾ പോക്കറ്റ്. ഇതൊക്കെയാണ് വ്യത്യാസം, ആൺകുട്ടികളുടെ വ്യത്യാസം വരുന്നത്. ഒന്നല്ലെങ്കിൽ ഇവിടെ പോക്കറ്റ് വെക്കുക, ഇവിടെ പോക്കറ്റ് വെക്കുക, അല്ലെങ്കിൽ പോക്കറ്റ് ഇല്ലാണ്ട് സ്ലീവ് ഇങ്ങനെ മടക്കി വെക്കുക, സ്ലീവ് നീട്ടം വെക്കുക, ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങളാണ് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഡബിൾ പോക്കറ്റ്, ഇത് സിംഗിൾ പോക്കറ്റ്. അതിൽ ലാസ്റ്റ് സൈസ് വരുന്നത് 5 ഇയേഴ്സിൻ്റെ സൈസസ് ആണ് വരുന്നത്. അങ്ങനെ സൈസസ് എന്തായാലും 5 വയസ്സ് വരെയൊക്കെ ഉണ്ടാവുള്ളൂ, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കില്ല. ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ വരുമ്പോൾ അത് 10 വയസ്സ് 15 വയസ്സൊക്കെ ആവാനായിട്ട് ഒരു ശ്രമത്തില്. ചെറിയ മന്ത് ഗ്രൂപ്പ് ഡെനിമിന്റെ ഷർട്ടാണ്. അതിൽ കളേഴ്സും ഉണ്ട്. ഡെനിമിന്റെ കളറുകൾ, ഷെയ്ഡുകൾ, ബ്ലാക്കിന്റെ 2 ഷെയ്ഡ് ഉണ്ടാവും, ബ്ലൂവിന്റെ 3 ഷെയ്ഡ് ഉണ്ടാവും, അങ്ങനെ പല പല ഷെയ്ഡുകളുണ്ട്. അതെ, ഡെനിം എന്ന് പറയുമ്പോൾ അതിൽ വേറെ ഒന്നും നോക്കാനില്ല, അതിൽ തന്നെ പല ഷെയ്ഡ്സ്. ഇത് വരുന്നത് സ്ലീവ് എന്നൊക്കെ എന്ത് കുഞ്ഞ് സ്ലീവ് കണ്ടോ, എന്തൊരു 6 മന്ത്. അവർക്ക് വരെ ഡെനിം കണ്ടോ. പണ്ട് നമ്മുടെ കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ വലുതായിട്ട് വേണം ഈ ഡെനിമൊക്കെ കണ്ടു തുടങ്ങി തന്നെ. ഇപ്പൊ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾക്കും ഡെനിം. അപ്പൊ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതെന്താ ഷോർട്സ് ഇരിക്കുന്നത്? അത് ഡെനിമിന്റെ ഷോർട്സ് ആണ്. ഇത് 6 മന്ത് ടു 3 ഇയർ ആണ് സൈസ് വരുന്നത്. അപ്പൊ അതിനകത്ത് 6 പീസിന്റെ സെറ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, കാണുമ്പോൾ നമുക്ക് തോന്നും സിംഗിളായിട്ട് കിട്ടണം എന്നുള്ളത്, പക്ഷേ ഇത് ഹോൾസെയിലാണ്. പക്ഷെ നമുക്ക് റീറ്റെയിൽ ആയിട്ട് ഇതിലും ആ വെബ്സൈറ്റിൽ കയറി ഇതൊക്കെ കിട്ടുമോ? അത് ഈ ഐറ്റംസ് തന്നെ ഉണ്ടാവണമെന്നില്ല, കാരണം എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. കാരണം വെബ്സൈറ്റിൽ എന്താ ഉള്ളതെന്നുള്ള കറന്റ് അപ്ഡേറ്റ് അപ്പം കയറി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അതെ, അപ്പോൾ ഇത് കുഞ്ഞു കുട്ടികളുടെ ഷർട്ട് 6 മന്തിൻ്റെ അല്ലേ? 6 മന്തിൻ്റെ ഒരു കുഞ്ഞ് ഷോർട്സ് വരുന്നത്. അത് 6 പീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 0 to 6, 6 to 12, 12 to 18, 18 to 24, 24 to 30, 30 to 36. അങ്ങനെയാണ് സൈസസ് വരുന്നത് ഷോർട്ടിൻ്റെ.
അപ്പോൾ ഷോർട്സിൻ്റെ ഇത് ഷെയ്ഡ്സ് കുറേ ഉണ്ട് കേട്ടോ, മാറിക്കൊണ്ടിരിക്കുക. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം ഷോർട്സ് എല്ലാവർക്കും അറിയാം. പല വെറൈറ്റീസിലും പല ഡിസൈൻസിലും വരുന്നുണ്ട്. ഇനി എവിടേക്ക് എന്തൊക്കെയാ ഇതൊക്കെ മുണ്ടുകളല്ലേ? അത് ഓണത്തിന്റെ മുണ്ടുകളാണ്. ഓണത്തിന് നമ്മളിപ്പോ ഷർട്ട് മാത്രം കൊടുത്താൽ പോരല്ല, അപ്പൊ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ മുണ്ട് ചോദിക്കുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ 5 പീസിന്റെ 1 to 5 ഇയറിന്റെ 5 പീസിന്റെ മുണ്ടുകൾ നമ്മൾ ആദ്യം അവിടെ കണ്ടല്ലോ, ഷർട്ടും കുർത്തയും കണ്ടല്ലോ. അതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഓണത്തിന് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മുണ്ടാണല്ലോ മെയിൻ ആയിട്ട് വേണ്ടത്. ഇത് വെൽക്രോ, അത് വെൽക്രോ മോഡലാണ് വരുന്നത് കേട്ടോ, ഒട്ടിച്ച് വിടാൻ പാകത്തിന്. ഓക്കെ. അപ്പൊ അതിന്റെ സൈസസും അതിൽ പല പ്രിന്റ്സിലും ഇതൊക്കെ ആയിട്ട് ഇത് സിമ്പിളാന്ന് തോന്നുന്നുണ്ടല്ലോ. നോർമൽ നമ്മുടെ ഒട്ടിക്കുന്ന നോർമലും ഉണ്ട്, അതിൽ പ്രിന്റ് കാര്യങ്ങളൊന്നും വരില്ല, കാരണം ആ ഒരു ഡേ മാത്രം ഇത് യൂസ് ചെയ്യാനായിട്ടുള്ളത്, കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. അത് ആ ഒരു സീസൺ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടാവില്ല. പിന്നെ നമ്മുടെ വെസ്റ്റേൺ രീതിയിലുള്ള വന്നിട്ട് പാരഷൂട്ട് മോഡൽ, ബാഗി മോഡൽ, അങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതും ബൾക്കായിട്ട് തന്നെ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഈ ടീഷർട്ടുകളൊക്കെ നമ്മൾ കാണിച്ചു ഏകദേശം. ഓക്കെ, അങ്ങനെ കളക്ഷൻസ്. അപ്പോൾ ഈ ഒരു ഫുൾ സെക്ഷൻ, ഈ ഒരു ഫുൾ കൗണ്ടർ എന്ന് പറയുന്നത് മൊത്തം വരുന്നത് നമുക്ക് ആൺകുട്ടികളുടെ സെക്ഷനാണ്. പിന്നെ എനിക്ക് ഇവിടുത്തെ ഏരിയയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. പെൺകുട്ടികൾ നല്ല വെറൈറ്റി കളക്ഷൻസ്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ലൊക്കേഷൻ വരുന്നത് കോതമംഗലം. കോതമംഗലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എറണാകുളത്ത് നിന്ന് 50 കിലോമീറ്റർ വ്യത്യാസമുണ്ട് കോതമംഗലം. അപ്പോൾ നിങ്ങളിപ്പോൾ കോഴിക്കോട് സൈഡിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ അങ്കമാലി ടു പെരുമ്പാവൂർ ടു കോതമംഗലം അങ്ങനെ വരാം. ഇനിയിപ്പോൾ കോട്ടയം സൈഡിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോട്ടയം, തിരുവല്ല, പത്തനംതിട്ട സൈഡിൽ നിന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ കോട്ടയം, തൊടുപുഴ, മൂവാറ്റുപുഴ, അല്ലെങ്കിൽ കോട്ടയം, കൂത്താട്ടുകുളം അങ്ങനെ വരാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമ്മൾ കാണുന്നത് ബൂൺ കിഡ്സ്. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഒരു വീടാണ്, പക്ഷെ വീടല്ല, ഉള്ളിൽ നടക്കുന്ന കാര്യമൊക്കെ ഡിഫറെൻ്റ് ആണ്. ഒക്കെ മാനുഫാക്ചറിങ്, കുട്ടികളുടെ ഒരു ലോകമല്ലേ, ആ ഒരു ലോകത്തേക്കാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഷോപ്പിൻ്റെ സമയം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എൻട്രി ചെയ്യാനുള്ള നോർമലി നമ്മൾ 9 to 6 ആണ്. ഇനിയിപ്പോൾ ഇൻ കേസ് ലോങ്ങിൽ നിന്നൊക്കെ കസ്റ്റമേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ നേരത്തെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് വന്നെങ്കിൽ അങ്ങനെ വരാം. കാരണം നമ്മളിവിടെ തന്നെയാണ്, ലോക്കൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ലോക്കൽ എന്ന് പറയുമ്പോൾ തുണിരോ ലോക്കൽ അല്ല പറയണത്, ഞങ്ങൾ ഇവിടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ തന്നെ ഉണ്ടെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് സമയം അങ്ങനെ നോർമൽ ടൈമിങ് 9 to 5 ആണ് ഇവിടുത്തെ നോർമൽ ടൈമിങ്. ഇപ്പൊ അതല്ല, നിങ്ങൾ ഒരാളിപ്പോ തിരുവനന്തപുരത്ത് വരുമ്പോൾ 6 മണിയാവും, അല്ലെങ്കിൽ 7 മണിയാവും, 8 മണിയാവും, ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ നേരത്തെ വിളിച്ച് പറയണം. ഓക്കെ. അതുപോലെ സൺഡേസ് ആയാലും എങ്ങനെയായാലും നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് വരാണെങ്കിൽ കുറച്ചുകൂടി, കാരണം ഇവിടെ മെയിനായിട്ട് പ്രൊഡക്ഷൻ നടക്കാൻ ഡയറക്റ്റ് വരെ ഹോൾസെയിൽസ്കാരെന്നൊക്കെ പറയുമ്പോൾ വരാൻ നോക്കുക, വേഗം കൈയോടെ പർച്ചേസ് ചെയ്ത് സാധനം എടുത്ത് പാക്ക് ചെയ്യാൻ പറയുക, അത് കൊണ്ടുപോലും കഴിയും. റീറ്റെയിലൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കേണ്ട അങ്ങനെ. പക്ഷേ റീറ്റെയിൽ ഇവിടെ സെയിലില്ല കേട്ടോ, ഇവിടെ ആകെ ഹോൾസെയിൽ മാത്രമല്ല. റീറ്റെയിൽക്കാരാണെങ്കിൽ ഓടിക്കോ, മൊബൈലും പിടിച്ച് വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് കിട്ടും. അതിൽ തന്നെ വേറെ നമ്പറുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾക്ക് സൈസ് അനുസരിച്ചിട്ട്, ഇപ്പോൾ ഏത് സൈസ് ആണെങ്കിൽ ആ സൈസ് അനുസരിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. അവിടെ 6 വയസ്സല്ല, അവിടെ 12 വയസ്സ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതടിപൊളി. 12 ഉള്ളത് അതൊരു ഞാൻ 15 വരെ ഇനി പ്രതീക്ഷിക്കേണ്ട അടുത്ത വരവില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കുട്ടികളുടെ ഒരു ലോകത്തെ കളക്ഷൻസ്, ബൂൺ കിഡ്സ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, താങ്ക് യു.